മഹാമായ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ബസ്സുകാരിന്ന് മിന്നൽ പണിമുടക്ക് നടത്തണമേ. എന്റെ സഞ്ചാരി ഇന്ന് തറതൊടാതെ ഓടണമേ. പിശുക്കൊള്ളവരാരും എന്റെ വണ്ടി കയറാൻ നോക്കിക്കോളണേ. ദേവി മഹാമായ കാത്തുകൊള്ളണമേ. ഗോപാലൻ ചേട്ടൻ എന്ന് തുടങ്ങി ഈ പരിപാടി? നീയോ? എന്ത് പരിപാടിയാടാ? അല്ല, മൊത്തത്തിൽ കുറച്ചേക്കുന്ന ഈ തെങ്ങുമായിട്ടായിരിക്കും കാര്യം പറച്ചില്ലല്ലേ? ചെത്താൻ പാകമായിട്ട് നിൽക്കുന്ന തെങ്ങാണല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു. ഏതായാലും ഗോപാലൻ ചേട്ടന് സമ്മതിക്കണം. എന്താടാ? അല്ല, പ്രായം എന്തായിന്ന വിചാരം? ഇത്രയും പ്രായമായിട്ടും ചെത്താൻ മൂപ്പായ തെങ്ങ് കാണുമ്പോ കേറി അങ്ങ് ചെത്തിക്കളാന്ന് തോന്നുന്നു. മനസ്സിന്റെ ചെറുപ്പമായി. അത് പിന്നെ 10-40 കൊല്ലം നമ്മൾ ചെയ്ത ജോലിയല്ലട. അതൊക്കെ ശരി തന്നെ, പക്ഷെ പണ്ടത്തെ ചെറുപ്പം ശരീരത്തിന് ഇല്ലാന്ന് ഓർക്കണം. പറഞ്ഞില്ലാന്ന് വേണ്ടേ? അമ്മേ. ആ ബാലുവോ? സുഖാണോ മോനെ? ആ സുഖാണമ്മേ. ഈ ഗോപാലൻ ചേട്ടന്റെ ഒരു ചെത്തേ. ചെത്തോ? ചെത്തല്ല, കള്ള്. അത് പിന്നെ ഗോപു എവിടെ അമ്മേ? നേരം വെളുക്കുന്നതിന് മുമ്പ് ഇറങ്ങിയതാ.
ഇവിടെ എവിടെയെങ്കിലും വല്ല ഷൂട്ടിങ്ങോ മറ്റോ കാണുമായിരിക്കും. ഗബ്രിയേൽ സാറേ, സാറ് മാലാഖയെ പോലെ പറന്നു വന്ന ഈ ഉണ്ണിത്താന്റെ കോട്ടയിൽ ഇങ്ങനെ കുറെ സിംഹങ്ങൾ ഉണ്ടെന്ന് സാറ് വിചാരിച്ചില്ല അല്ലേ? വെറുതെ ഈ കൈക്ക് പണിയുണ്ടാക്കല്ലേ സാറേ. ഈ സിംഹങ്ങളെ തുരത്താൻ ഈ ഒറ്റയാൻ മതിയടാ. ഗംഭീരം. ചെറുത്ത് നിൽപ്പിന് ആയുധം പോലും വേണ്ടാത്ത വീരൻ, ക്രിമിനലുകളുടെ പേടി സ്വപ്നം, ACP ഗബ്രിയേൽ ഷൈൻ IPS. നിനക്ക് വേണ്ടപ്പെട്ടവർക്ക് വേദനിച്ചപ്പോ നിനക്ക് വല്ലാതെ നൊന്തല്ലയോ? അപ്പൊ പിന്നെ എന്റെ പിള്ളേരെ തൊട്ട് എനിക്ക് വേദനക്കില്ലടാ മോനെ. അവരെ എനിക്ക് ഇങ്ങ് തിരിച്ചു തന്നെങ്കിൽ ഇല്ലെങ്കിൽ ഓ, ഈ കമ്മീഷണറുടെ ഒരു കാര്യം കേട്ടാ മോനെ ഗബ്രിയേലേ, ഇത് ഉണ്ണിത്താന്റെ ഉരുക്കുകോട്ടയാ. ഉണ്ണിത്താനാണെങ്കിൽ ആള് മഹാരഥി. വെറുതെ എന്തിനാ നീ ഇപ്പൊ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളം വിധവാ പെൻഷനാക്കി അവളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നേ? എടാ ഒന്നും മിണ്ടാത്ത തല്ലി കൊല്ലടാ. അടിച്ചു എന്റെ ദേഹത്തു നിന്ന് പൊടിഞ്ഞ ഈ രക്തത്തിന് നീ കണക്ക് പറയേണ്ടി വരും. നീ മറ്റുള്ളവർക്ക് ഉണ്ണിത്താനാണെങ്കിൽ എനിക്ക് വെറും ഉണ്ണിയാ. ചെയ്തു കൂട്ടിയ പാപത്തിനുള്ള ശിക്ഷ നിന്റെ അനിയന്മാർക്ക് കൊടുത്തിട്ട് ഞാൻ വരും. നിനക്ക് കയ്യിലിടാൻ ഒരു ആഭരണമായി. അതുവരെ നിനക്ക് വിശ്രമം. ഈ തന്നതിന്റെ ക്ഷീണം മാറ്റാൻ പോട്ടടാ ഉണ്ണിത്താനെ. ഓക്കെ, കട്ട് ഇറ്റ്. നമസ്കാരം ബാബുട്ടാ. ആരും ഇത് ഗോപു കാലൊന്നും പാടില്ല, അവിടെ ഇരിക്കും. ഏയ് വേണ്ട, ഞാൻ നിന്നോളാം. ഇരിക്കടോ. എന്താടോ തനിക്കിതുവരെ ആരും അവസരം തന്നെ? എന്ത് ചെയ്യാനാ ബാബുച്ചേട്ടാ, ചെറുപ്പം മുതൽ തുടങ്ങിയ ഭ്രാന്ത. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ആരും ഒരു അവസരം തരുന്നില്ല. എന്താടോ ഇത്? ഇങ്ങനെ നിരാശനാകരുത്. എടോ, ഒരു മത്സരത്തിൽ ഒരു വിജയി കാണും. പക്ഷെ തോറ്റുപോയവർ ആ മത്സരം കൊണ്ട് നിർത്തുന്നില്ല. കഠിനമായി പ്രയത്നിച്ച് അടുത്ത മത്സരത്തിൽ വിജയിക്കാൻ നോക്കുക. അതുകൊണ്ട് താൻ തോക്കരുത്. അവസരങ്ങൾക്കായി ശ്രമിക്കുക. തന്റെ സമയമാകുമ്പോൾ താൻ അർഹിക്കുന്നതാണെങ്കിൽ തനിക്ക് തന്നെ കിട്ടും. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമില്ലേ കൂട്ടാ? സാർ, ഷോട്ട് റെഡി സാർ. ആ, അപ്പൊ ശരി ശരിയേട്ടാ, കാണാം. കാണാം. ഓൾ ദി ബെസ്റ്റ്. എന്താ മാഷത്? റോഡിന്റെ നടുക്ക് കൊണ്ടുവന്നിട്ടാ വണ്ടി നിർത്തുക? നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ മിസ്റ്റർ? ഈ വളവ് തിരിയുന്ന വരെയുള്ള കുഴപ്പമുള്ളൂ. അത് കഴിഞ്ഞ നോ പ്രോബ്ലം. പെട്ടെന്നോട്ടെ, പോയിട്ട് വേറെ പണിയുണ്ട്. തള് ഈ റോഡ് മുഴുവൻ എന്നെ കൊണ്ട് തള്ളിക്കാനാണോ പരിപാടി? ഏയ്, മാഷ് മതിയാങ്ങി നിർത്തിക്കോ. അങ്ങോട്ട് പോകാനോ? ആ, അതാണ് പ്രശ്നം. മാഷ് അങ്ങോട്ട് പോണെങ്കിൽ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് നടന്നാൽ ഒരു വളവായി. അവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റ് ടേൺ,
പിന്നെ ഒരു 1/2 കിലോമീറ്റർ കൂടി നടന്നാൽ താങ്കൾ പറഞ്ഞ സ്ഥലത്തെത്തി. ഓക്കെ? അല്ല മാഷെ, എന്ത് പോക്കത്? ആ, എന്താ? ഒരു മര്യാദ വേണ്ടേ? മര്യാദ വേണം. ഇതുവരെ വഴി തെറ്റിക്കാതെ ഇങ്ങനെയെങ്കിലും എത്തിച്ചില്ലേ? എത്തിച്ചു. മുഴുവൻ പൈസ വേണ്ട, വേണ്ട. പകുതിയെങ്കിലും തന്നൂടെ? പകുതിയല്ല, മുഴുവനും തരാം. ഏ? എന്നാ? എന്റെ നട്ടം കുടിച്ചിട്ട് അവന് മുഴുവനും വേണം. എത്ര നല്ല മനുഷ്യൻ. പകുതി ചോദിച്ചപ്പോ മുഴുവനായിട്ടും തന്നു. വേറെ ആരും കണ്ടിട്ടില്ല. നീ കഴിക്കുന്നില്ലേ? ഇതാ വരുന്നു. സാധനങ്ങൾക്കൊക്കെ തൊട്ടാ പൊള്ളുന്ന വിലയാ. കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് എന്താവാനാ? കിട്ടുന്നതൊക്കെ തിന്നു തീർത്ത ഒരു പെങ്കൊച്ച് വളർന്നു നിൽക്കാന്ന് ആർക്കൊണ്ടൊരു ചിന്ത? 4 നേരം എന്റെ ആഹാര ചെലവ് കഴിഞ്ഞാ പിന്നെന്താ മിച്ചം? എന്താ ഇത്ര വൈകുന്ന ആലോചിക്കായിരുന്നു ഞാൻ. ഒരു കടയിൽ കയറിയ സെലക്ട് ചെയ്യാൻ ഒരു ദിവസം വേണം. എങ്ങനെയുണ്ട് ഈ ഫാഷൻ? കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല വിലയായി കാണുമല്ലേ? തന്ന പണം തികഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഓ, രവിയങ്ങളുള്ളപ്പോ നമ്മൾ പണത്തിന് വിഷമിക്കണോ അമ്മേ? പുറത്ത് നിൽക്കാണ്ട് അകത്തേക്ക് വരവി. അല്ല, ബാലു ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങ്. പോയിട്ട് അല്പം തിരക്കുണ്ടായിരുന്നേ. കഴിച്ചിട്ട് പോവാൻ രവി. കറിയൊന്നുമില്ല, എങ്കിലും 10 മിനിറ്റ് കൊണ്ട് ചിലതൊക്കെ ഞാൻ ഒപ്പിക്കാം. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നേ. ഓക്കെ അമ്മ, ബൈ. ശരി എന്നാ. പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, വകയിലെ ബന്ധം പറഞ്ഞ അയാൾ ഇവിടെ കയറി ഇറങ്ങുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന്. ബന്ധുവാണെന്ന് പറഞ്ഞ് കയറി വരാൻ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. നിന്റെ വാക്കം കിട്ട് അവനെ പിണക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചെറിയമ്മയ്ക്ക് അറിയാഞ്ഞിട്ട് അയാളെ ബന്ധവും പറഞ്ഞ അയാൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഉദ്ദേശവും കാണും. എന്തുദ്ദേശം? ബന്ധം പറഞ്ഞ അവൻ എനിക്ക് സഹോദരനാ. എന്തെങ്കിലും ഉദ്ദേശം അവനുണ്ടെങ്കിൽ അത് നല്ല ഉദ്ദേശം തന്നെ. ഏട്ടൻ ഇങ്ങനെ ദേഷ്യം കാട്ടുകയൊന്നും വേണ്ട. അങ്കിളിന്റെ സഹായം വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾക്ക് ഏതായാലും ബുദ്ധിമുട്ടുണ്ട്. ഒരേട്ടൻ വന്നിരിക്കുന്നു. എടാ ബാലുവേ, ഇനി എത്ര നേരം ഉണ്ടടാ? എന്റെ ചെല്ലപ്പൻ ചേട്ടാ, നിങ്ങളൊന്ന് സമാധാനിക്ക്. ഇനി 10 മിനിറ്റ് കൂടെ കാത്തു നിന്നാ പോരെ? 10 മിനിറ്റോ? ഈ സമയം ഒന്ന് പെട്ടെന്ന് പോയാ മതി. അവന്റെ ഒരു സമയം. എന്താടാ ബാലു, 6 വന്നാ? 6 വന്നില്ല, 7 വന്നില്ല. ഇവനിത് എവിടെ പോയി കിടക്കണേ? കഷ്ടം. ആ വണ്ടി ഓട്ടം പോകത്തില്ലേട്ടാ. ഇതും പോകത്തില്ല ഏട്ടാ. പിന്നെ ഏതാ പോണത്? ചേട്ടാ ഇങ്ങോട്ട് വാ. ദേ ഈ വണ്ടി പോവും, തള്ളാൻ പറ്റുമോ? തള്ളാനാണെങ്കിൽ നിന്റെ ഈ പാട്ട വണ്ടി വിളിക്കണം. എനിക്ക് വല്ല തള്ളുവണ്ടി വിളിച്ചാ പോരായിരുന്നോ? 100 രൂപ തരാവോ? ഞാൻ വരാം. എന്തിനാണ് 100 രൂപയാക്കണത്? 50 പവനും 1 ലക്ഷവും തരാം. എന്റെ മോളെ അങ്ങോട്ട് കെട്ടാവോടാ.
കിണിക്കണ്ടടാ. ഓട്ടം വിളിക്കുമ്പോ അവന്റെ ഒക്കെ ഗമ കാണണം. ചൊറിയും കുത്തിയിരിക്കുമ്പോ പഠിച്ചോളും. മുക്കാലി പന്നികള് ഇവിടുന്ന് വരണടാ ഈ സാധനം. വാലക്കാനായിട്ട്. പറഞ്ഞു തരാവടാ. ആ, ഇയാളെന്താ ചക്കര മുറിഞ്ഞോ? അതെ വന്നല്ലോ രാജകുമാരൻ. നിങ്ങൾ ഭാഗ്യവാനാകൂ, എന്നാലേ ഞാനും ഭാഗ്യവാനാകൂ. ഹായ്, അറുമുഖനെത്തിക്കഴിഞ്ഞു. പുതിയ റിസൾട്ടുമായി അറുമുഖനെത്തിക്കഴിഞ്ഞു. ആരാണ് ഭാഗ്യവാൻ? 5000 ആർക്കാണ്? ആ ചെറുതിലൊക്കെ നോക്കിയടാ അടിച്ചവന് മാറി നിൽക്ക്. അടിക്കാനുള്ളവർ ഇങ്ങോട്ട് നിൽക്ക്. അവിടെ ഇല്ലേ, ഇവിടെ നിൽക്ക്. എല്ലാവർക്കും ഉണ്ട്. 310 നിന്നുമില്ല. ആർക്കും ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്. സമ്മാനമല്ല എന്തോ ഈ പറയുന്നത്? 3 മാസമായി 10 രൂപ കിട്ടിയിട്ട് അറിയോ? പോടാ, അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ. ആ വരാം. വേറെ പണിയൊന്നും ഇല്ലടാ നിനക്ക്. ലോട്ടറി. ഇതെന്ത് പറ്റി? എനിക്കറിയില്ല. ഇയാള് പോയിട്ട് എനിക്കറിയണം. എന്താണോ കാര്യം? എന്താ മനസ്സിലായത്? ഞാൻ എടുത്തത് 1000 രൂപ ടിക്കറ്റ്, അടിച്ചത് 300 രൂപ. ഇത് പുതിയ കാര്യമൊന്നല്ലോ. ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമല്ലേ, ഇതിന് കരയേണ്ട കാര്യമുണ്ടോ? എന്റെ മോന് മരുന്ന് വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശ ഞാനിനി എന്ത് ചെയ്യും? ചുമ്മാ തിരിയുടെ ബഹളം വെക്കുന്നില്ല. പോലീസുകാർ പെരുങ്ങട്ടുള്ള കാര്യം ആ സൈന് തുടങ്ങി. നീയാണ് ഇവരെല്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞാണ് മോളം വെക്കരുത്. പിന്നെ മുതുകന്റെ ഇരുമ്പോ എന്തൊരു വേദന. നിങ്ങളൊക്കെ പുതിയ ടീമുകളാണല്ലേ? എന്താടാ ഇതുവരെ ഇങ്ങോട്ടൊക്കെ വരാഞ്ഞത്? വരാൻ പറ്റില്ല സാറേ. ആണോ? മനസ്സുണ്ടായിട്ട് ഇപ്പോഴെങ്കിലും വന്നല്ലോ. തന്തോയം. ഏതായാലും ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, അപ്പൊ നിങ്ങൾക്കൊരു ട്രീറ്റ്മെന്റ് തരുന്നത് എന്റെ ഒരു കടമയല്ലേ? അങ്ങനെയൊന്നും വേണ്ട സാർ. തരണമോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കേട്ടോടാ? നമ്മള് ഉരുട്ടാൻ പോവുകയാണെന്ന് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം പുപ്പള്ളിക്കാവിൽ വെച്ച് നിന്റെ വണ്ടിക്ക് കൈ നീട്ടിയപ്പോ നീ എന്താ നിർത്താറുണ്ട്? ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു സാർ. സാറിനും കൂടി കയറാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പൊ 10-15 പിള്ളേര് ഓട്ടോയിൽ കുത്തിക്കേറ്റ് സ്കൂളിൽ വിടുന്നതിന് കുഴപ്പമില്ലല്ലടാ. ജീവിക്കാൻ വേണ്ടിട്ടല്ലേ സാറേ? എടാ, ആദ്യമായിട്ടുള്ള സ്ഥലത്ത് വരുമ്പോ ഇത്തിരി വൃത്തിയുള്ള മുന്നോട്ട് വന്നു കൂടാ. ആ ലുങ്കി മാറ്റിട്ട് ഇതങ്ങോടുത്തോ. അയ്യോ, ഇത് പേപ്പറല്ലേ സാറേ? അതൊന്നും നേരുന്ന കാര്യമില്ല. പറഞ്ഞതും കേട്ടാ മതി. അഴിയടാ, ഇതങ്ങോടുത്തേ. കൊടുക്കടാ. നിനക്കെന്താടാ നാണാകുന്നുണ്ടോ? ഇങ്ങോട്ട് കയറി നിൽക്കടാ. നീ എന്താ ന്യൂസ് പേപ്പർ പോയോ? ആഹാ, നിനക്ക് ഈ മുണ്ട് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോടാ. ഇനി ഇതങ്ങടുത്തേ. എടുക്കുന്നൊക്കെ കൊള്ളാം. കുനിയുമ്പോ മുണ്ടങ്ങാനും കയറിയ ഇടിച്ച് നിന്റെ കൂമ്പ് ഞാൻ മാറ്റും. കീറും സാറേ. കീറി. കീറിയല്ലേ? എടാ, ഇത് തന്നപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കീറരുതെന്ന്. ഈ പറഞ്ഞത് അനുസരിക്കാൻ നിനക്ക് എന്താണ് കൊറേ ദിവസമായിട്ടൊരാഗ്രഹം, അനിതയും മക്കളെയും കാണാനെന്ന്. എത്ര നാളെ ഒന്ന് കണ്ടിട്ട്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ വെച്ച് സുലേഖ കണ്ടായിരുന്നു അനിതേച്ചിയെ. കാണണമെന്നുള്ള ആഗ്രഹം നമുക്ക് മാത്രം പോരല്ലോ, അവർ കൂടെ വേണ്ടേ? അവക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? അവൻ വിടണ്ടേ? ഒരു കണക്കിന് പറഞ്ഞ അവനെ കുറ്റം പറയാൻ പറ്റുമോ? കൊടുക്കാന്ന് പറഞ്ഞ സ്ത്രീധനം ഇനിയും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. വർഷം 10-12 ആയില്ലേ എന്ന് കരുതി അവളെ മക്കളെ ഇവിടെ കൊണ്ടുവന്നാക്കാനോ വഴക്കിന് വരാനോ അവൻ മുതിർന്നില്ലല്ലോ. അമ്മ പറയുന്നത് കേട്ടാത്തൊന്നും നമ്മൾ വെച്ചോണ്ടാ കൊടുക്കാതിരിക്കുന്നേന്ന്. ഞാൻ അതല്ല പറഞ്ഞത്. ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്നതിന് നമുക്കെന്താ ഛേദം? അത് അളിയൻ മനസ്സിലാക്കണ്ടേ? നമ്മളോട് ഒരു ബന്ധവും വേണ്ടെന്നല്ലേ അളിയന്റെ തീരുമാനം. കുടിക്ക്. മതിയടാ മോനെ, മമ്മി കാണും. വേണ്ട, മുഴുവൻ ഇപ്പൊ കുടിച്ചേ പറ്റൂ. മമ്മി കണ്ട പ്രശ്നോ? എന്തോടൊരു ചീത്ത മണം? എന്തുവാ?
ഓ പപ്പാച്ചിയെ കുടിപ്പിക്കാൻ നിനക്ക് ഭയങ്കര ഉത്സാഹമാണല്ലേടാ. ഒടുക്കം പപ്പാച്ചി കിടപ്പിലാവുന്നത് നീ കാണേണ്ടി വരും. നോക്കിക്കോ. ഞാൻ പപ്പാച്ചിയുടെ അടുത്ത് പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. പക്ഷെ പപ്പാച്ചി കട്ടായം പറഞ്ഞിട്ടോ. എന്താ രമേശേട്ടത്? എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? അസുഖം വരുമ്പോ മാത്രം ശ്രദ്ധിച്ച പോരാ. എന്റെ അനിതേ, വേണോന്ന് വെച്ചിട്ടല്ല. ദേ, ഇതിനെയൊക്കെ വെട്ടിമുറിക്കുമ്പോ മനസ്സിനൊരു കട്ടി വേണ്ടേ? അതുകൊണ്ടാ. അല്ലടാ മോനെ. പിന്നല്ലാണ്ട് പപ്പയുടെ എല്ലാ തോന്നിയ ദിവസത്തിനും കൂട്ടു തന്നോടാ. ഓ ശോ. എന്റെ ഭാര്യയെ ആ? ഇതിന്റെ മുന്നിലിരുന്ന ഇനിയും ഞാൻ കുടിക്കും. പിന്നെ നീ എന്നെ കുറ്റം പറയരുത്. പറയില്ല പോരെ. പക്ഷേ ആ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കാമെന്ന് ചേട്ടൻ വിചാരിക്കേ വേണ്ട കേട്ടോ. മമ്മി, ഗോപുമാമന്റെ ഫോൺ. നിൽക്ക്. അവനിവിടെ വിളിക്കാറുണ്ടോ? ഇല്ല. എനിക്കിഷ്ടമില്ലാത്ത ബന്ധങ്ങൾ നിനക്കും വേണ്ട. മനസ്സിലായോ? പൈപ്പില് വെള്ളം കൂടുവോ? ഏത് നായിന്റെ മോനാടാ ഇത്രയ്ക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാടാ. വേണ്ട വേണ്ട. അയ്യോ, ഓഹോ, നിന്റെയൊക്കെ അസുഖം തീരട്ടെ. ഞാൻ ദേ വരികയാണ്. പട്ടി പരിശകള് രാത്രി സ്വൈര്യം തരില്ലെന്ന് വെച്ചാല്. ഏതവനാടോ പത്മയെ ഇരുട്ടത്തെ കാണാൻ ഇത്ര പൂതി? വെളിച്ചത്ത് വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ. നാണം കെട്ടവന് ഇറങ്ങിക്കോളും. ഓരോരുത്തരന്മാര് നാണം കെട്ടവന്മാര്, പട്ടി പരിശകള്. ആരാടാ ഇപ്പൊ ആർക്കും നോക്കണ്ടേടാ പത്മയെ? ഇതെന്താ ഇത്? ആരെന്ന് വെച്ചാ മുന്നിൽ എന്താ എന്താ പറ്റിയത്? ഇല്ലല്ലോ. അയ്യോ എന്റെ റബ്ബേ, ഇത് പതിവില്ലാത്താണല്ലോ. എന്താ? അമ്മയും പെങ്ങളും ഇല്ലാത്ത പരിശകള് രാത്രിയുടെ മൊറ പിടിച്ച് ഇറങ്ങിക്കോളും. രാത്രിയില് മദ്യപിച്ച് ഇറങ്ങിക്കോളും. രണ്ടി പരിശകള്, പെണ്ണിനെ കണ്ടിട്ടില്ലാത്ത ജാതികള്. നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരില്ലടാ. കെട്ടുകളുമാരുണ്ടെങ്കിൽ പോലെ ഇറങ്ങിക്കോളും. ഓരോ തെണ്ടികള്, നാണം കെട്ടവന്മാര്. എന്റെ വാക്കത്തേക്ക് പണിയുണ്ടാക്കരുതേ. ചൂട്. ഇല്ല ഇല്ല. അയ്യോ, ശരിയാക്കി തരാ ഞാൻ. അത്ര സാമർത്ഥ്യോ? ദേ, നീ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ സൈനു. ഇതാ കുഴപ്പം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ പറയാതിരുന്നത്. ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല. ഇക്ക പറ, എന്നിട്ട് വല്ലതും കണ്ടോ? കണ്ടടാ, അവളുടെ കരവലയത്തിലാമരുന്നൊരു തലയണയും പിന്നെ കട്ടിലിന്റെ തലയ്ക്കുള്ളൊരു കറിക്കത്തിയും. ഓ, ഇവ സർവ്വ രസവും കളഞ്ഞു. നീ പറ സീനു. നീ വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എല്ലാവരും കൊതിപ്പിച്ച് കൊതിപ്പിച്ച് നടക്കണ പത്മതി ഒരു രഹസ്യക്കാരനുണ്ട്. ഇനിയിപ്പൊ അത് അവളുടെ പിണങ്ങിപ്പോയ ഭർത്താവാണെങ്കിലോ? ഭർത്താവാണെങ്കിൽ എന്തിനാടാ പാതിരാത്രിക്ക് പതുങ്ങി വരണേ? ഏതായാലും അവൾക്കൊരു രഹസ്യക്കാരനുണ്ടെന്നുള്ള കാര്യം സത്യം. ഓ, നീ ഇങ്ങനെ ഇല്ലാത്ത കാര്യമൊന്നും പറയല്ലേ. നീ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവനെ പൊക്കും. അത് തീർച്ച. ഗോപു, 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 ഗോപു. ആരാ?
ഞാനടാ സൈനോ. നാശം. ആരാടാ? എന്താ എന്തു പറ്റി? ഏയ് പത്മയുടെ വീട്ടിൽ കള്ളം കയറിയെന്ന് സൈനുവിന് ഒരു സംശയം. അതെ പെങ്ങളെ, ആ എന്റെ വീട്ടിൽ കയറാനായിട്ട് വന്നതാ. പക്ഷെ ഞാൻ പുറത്തിരുന്ന് ബോർഡ് എഴുതണ കണ്ടപ്പോ തിരിഞ്ഞോടി. ഇവിടെ വന്ന് കേറിയത് പോലെ എനിക്ക് തോന്നി. ഏയ് ഇവിടെ എങ്ങും കയറാൻ വഴിയില്ല. അല്ല. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കുള്ളൂ. നീ സത്യമായിട്ട് കണ്ടതാണോടോ സൈനു? ആ, എന്റെ ശാരദാമ്മ ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാന്ന്. എന്നാ പിന്നെ വെറുതെ അകത്തൊന്നും നോക്കിയേക്കാൻ പത്മേ. വെറുതെ ഭാഗ്യം പരീക്ഷിക്കണ്ട. ദേ എന്റെ ഈ വീട്ടിൽ ആരും കേറിയിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. സൈനു കണ്ടു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കിയേക്കാൻ പത്മേ. അല്ലാണ്ട് ഞങ്ങൾക്ക് എങ്ങനെ സമാധാനം വരും? അതെ, നീ ഒരു പെണ്ണല്ലേ. ഒന്നങ്ങോട്ട് മാറി പെങ്ങളെ, ഞങ്ങളൊന്ന് കേറി നോക്കട്ടെ. നീ കയറി നോക്കടാ. കേറിയിട്ടില്ലെന്ന്. ഇവിടെ അയ്യോ എന്റെ പത്മേ. ഹാ, എടാ വൃത്തികെട്ടനെ എണീക്കടാ. അവന്റെ ഒരു ആഗ്രഹം. അതിനല്ലേ പറ്റൂ. ഒരു മിനിറ്റ്. ഇവിടെയുമില്ല. അടുത്ത മുറി നോക്കാം. പിന്നെ എവിടെയെങ്കിലും എവിടെ പോയി? നീ ഒരു പണി, നീ അവിടെ നോ, ഞാൻ ഇവിടെ നോക്കാം. എടാ അതിനകത്തൊന്നും ആരുമില്ല. നീ അല്ലേ പറഞ്ഞ അതിനകത്ത് ആരോ കയറി ഇരിക്കുന്നെന്ന്. ആ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലടാ. നിന്റെ കണ്ണുകൊണ്ട് കണ്ടുപോലും ആകെ നടക്കടായി. നീ കണ്ടതാണല്ലോ. എവിടെ പോ? അകത്താരെങ്കിലും ഉണ്ടോടാ? ഉള്ളിൽ ആരുമില്ല. അങ്ങനെ അങ്ങ് പോയാലോ ഗോപു? ഞാൻ രഹസ്യക്കാരെ ആരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുള്ള സംശയം കൊണ്ടല്ലേ നിങ്ങൾ ഈ കോലാഹലമൊക്കെ കാട്ടിയത്. എന്നിട്ടോ കള്ളന്മാരാരാണ്ട് കേറിയെന്ന് പറഞ്ഞു കേട്ടപ്പോഴേ അയൽബന്ധം കൊണ്ട് ഓടി വന്നതാ ഞങ്ങള്. ഓ ഒരു അയൽക്കാരി വന്നേക്കണ്. ഈ പത്മയെ കുറ്റവിചാരണ ചെയ്യാന്ന് കരുതി വന്നതാണോ? പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഈ പത്മ അത്രക്കാരിയല്ല. മുഖമടച്ച് ആട്ടുന്നതിന് മുമ്പ് പൊയ്ക്കോടുന്ന്. വാ നമുക്ക് പോ. ഒന്ന് നിക്കണേ, ഒരു ലഗേജ് കൂടി കൊണ്ടുപോകാനുണ്ട്. ഒന്ന് സഹായിച്ചോ വരട്ടാ. ഒന്ന് പിടിക്കും ആ ഗോപു അങ്ങോട്ട് പോകുകയും ചെയ്തു. പിടിക്കല്ലേ. ഇവൾ ഇത്രയും നേരം പറഞ്ഞ ചാരിത്രത്തിന്റെയും കഥാപ്രസംഗത്തിന്റെയും അവസാന ഭാഗം ഇതിലുണ്ട്. പരസ്പരം നോക്കി നിൽക്കാതെ പെട്ടി തുറന്നു. പെട്ടിക്ക് പറ്റിയ കുട്ടി. എണീക്കുമോനെ. നമസ്കാരം. നീ എന്താടാ മത്സരത്തിൽ വല്ലതും ജയിച്ചു വന്നാണോ? നമസ്കാരം പറയാൻ. എന്റെ പൊന്നി ചേട്ടാ, എന്നെ തല്ലല്ലേ. ഇവളെന്നെ കല്യാണം കഴിച്ചോളാന്ന് ഉറപ്പ് വന്നിട്ടാ ഞാൻ ഇതിനൊക്കെ സംഭവിച്ചത്. ഞാൻ നിരപരാധിയാണ് ചേട്ടാ. ഇവിടെ പോലുള്ളവര് തുനിഞ്ഞിറങ്ങിയ പിന്നെ ഇവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇനി മേലിൽ ആരും ഈ പടി ചവിട്ടി പോകരുത്. അപ്പൊ എന്റെ കാര്യം പോണ പോക്കണ്ട പിശാജ്. നാളത്തെ ഭാഗ്യവാൻ നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിന്നെപ്പോലൊരു ഭാഗ്യവാൻ ഈ ലോകത്തിലല്ലോടാ. വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യ. നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ഞാൻ അതിന്റെ അകത്ത് കയറിയെന്ന്. നോക്കലടി, മനുഷ്യന് പേടിയാവുന്നു. ഇനി എന്നാണ് ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോയേക്കാം. വാ. നിങ്ങളിത് അങ്ങോട്ട് കയറി പോണത്. ചെരുപ്പെടുക്കട്ടെ പിശാചെ. ചെരുപ്പെടുത്ത് മര്യാദയ്ക്ക് അങ്ങോട്ട് വന്നോണോ? അല്ലെങ്കിൽ ഈ ചെരുപ്പ് കണ്ട നീ തന്നെ പറയും ഞാൻ അവിടെ കയറിയെന്ന്. ഞാനിനി എന്താ ചെയ്യണ്ടേ? നീ ഒരു പണി ഇവിടെ കിടന്നിട്ടേ ഇത് നിന്റെ ഗർഭപാത്രം. അവിടെ നിന്ന് ചുറ്റി കഴിയത് ഇങ്ങോട്ട് വരാൻ പോലെയല്ലേ നമ്മളെ അങ്ങനെ പപ്പാജി. വേണ്ട പപ്പാജി. പപ്പാജി വേണ്ട പപ്പാജി. വിഷ്ണുവിനെ തല്ലല്ലേ. രമേശേട്ടാ എന്താ ഈ കാണിക്കുന്നേ? ഞാനാ തെറ്റുകാരൻ. നിങ്ങൾ എന്താ കാണിക്കുന്നത്? നിനക്കെന്താടാ ഇവിടെ കാര്യം? എറങ്ങടാ പുറത്ത്. വേണ്ട രമേശേട്ടാ. ഇത്രയും നാള് എനിക്ക് നിങ്ങളോട് ബഹുമാനം ഉണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പുച്ഛ നിങ്ങളെ. സ്ത്രീധന ബാക്കി തരാത്തോണ്ടല്ലേ ഇവനെയും കുടുംബത്തെയും നിങ്ങൾ ആയിട്ട് നിർത്തിയിരിക്കുന്നത്. സ്വന്തം സഹോദരിയോട് ഉള്ളു തുറന്നൊന്നും സംസാരിക്കാൻ കഴിയാത്ത ഇവന്റെ മനസ്സിന്റെ വിഷമം ഒരുപാട് കണ്ടവനെ.
കഷ്ടമര മെച്ചേട്ടാ ഇത്. മനുഷ്യനായ അല്പം മനസ്സാക്ഷി വേണം. നീ വാട. എവിടായിരുന്നു നീ? അപ്പുറത്തെ വീട്ടിലെ ടി വി കാണാൻ. പാതിരാത്രിയിലാണോ തെണ്ടാ നടക്കുന്നത്? ഞാൻ ചേട്ടന്റെ അടുത്ത് വന്നില്ലല്ലോ തെണ്ടാൻ. തർക്കുത്തരം പറയുന്നോടി. ബാലു, നിനക്കെന്താ ഇവിടെ കാര്യം? ഈ ചോദ്യം നീ നിന്റെ ചെറിയമ്മയോട് ചോദിച്ചാ മതി. പറ, എന്താ ഇയാൾക്ക് ഇവിടെ കാര്യമൊന്ന്? കാര്യം എന്താണെന്ന് നീ കണ്ടു കാണുമല്ലോ. ഇറങ്ങി പോടാ പട്ടി. നിനക്ക് എന്ത് അധികാരം ഇവിടെ അയാളെ ഇറക്കി വിടാൻ? ഞാൻ വിളിച്ചു വരുത്തത് അയാളെ. വേണ്ടി വന്ന എന്റെ കൂടെ പൊറുപ്പിക്കുകയും ചെയ്യും. ഞാനിവിടെ ഉള്ളപ്പം നിങ്ങളുടെ ഒരു തോന്നിവാസം ഇവിടെ നടക്കില്ല. അതിന് നീ ഇവിടെ വേണമെന്ന് ആർക്കും എത്ര നിർബന്ധം? ഏതായാലും എനിക്ക് എന്റെ മോഹമില്ല. അഥവാ നിനക്ക് അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ നിന്റെ കാര്യം നോക്കി കഴിഞ്ഞോണം. അതിന് പറ്റില്ലെന്നാണെങ്കിൽ ഇപ്പൊ ഇറങ്ങാൻ നിനക്ക് വിടുന്ന. അല്ലാതെ തല്ലാനും കൊല്ലാനൊന്നും നിന്നെ ആരും ചുമതലപ്പെടുത്തിട്ടൊന്നുമില്ല. മനസ്സിലായോ? തല്ലിയെ അടങ്ങുന്നു വാശാണെങ്കിൽ ആദ്യം നീ എന്നെ തല്ലടാ. തല്ലടാ എന്നെ. തകർന്നു നിൽക്കാൻ ഞാൻ കൊല്ലാനും പഠിക്കില്ല. ഇറങ്ങടാ പട്ടി പുറത്ത്. മേലിൽ ഈ പഠിച്ചവിട്ടി പോകരുത് നീ. എന്റെ മുഖത്ത് നോക്കി ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയാനുള്ള തന്റെ ഇടം നിങ്ങൾക്ക് എങ്ങനെ ഒന്നൊന്ന് ആലോചിക്കും. ഞാൻ ഇറങ്ങിക്കോളാം. എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. നിങ്ങളുടെ വയറ്റിലെ പറഞ്ഞെങ്കിലും ഇവളും എന്റെ അച്ഛന്റെ മോള് തന്നെ. സുഖവും കുതിച്ച് വാതിലും തുറന്നിട്ടിരിക്കുമ്പോ അകത്തുള്ളതൊരു പെങ്കൊച്ചാണെന്നുള്ള കാര്യം മറക്കണ്ട. എന്റെ ബാലു, നമ്മളിൽ ആർക്കാ വിഷമങ്ങളില്ലാത്ത? ഓരോരുത്തർക്കും ഓരോ തരത്തില്. നീ ഇത് പിടിച്ചേ. ഇത് പിടി. അടി. അവരെന്നോട് പെരുമാറിയതിലോ സ്നേഹിക്കാത്തതിലോ എനിക്ക് യാതൊരു വിഷമവുമില്ല. പക്ഷെ അവരുടെ ഈ പോക്ക് എങ്ങോട്ടാ? സത്യത്തെ ഇഷ്ടം കൂടാനും ദുഃഖങ്ങൾ പറയാനും നിങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ എന്നേ ഇവിടുന്ന് വിടുമായിരുന്നു. നിങ്ങൾക്കറിയോ, ഓട്ടോ സ്റ്റാൻഡിൽ ഓരോരുത്തന്മാരുടെ മുള്ളു വെച്ച് വർത്താനം കേട്ട് നേറിപ്പോയിട്ടുണ്ട് ഞാൻ. എത്രയൊക്കെ ആയാലും എന്റെ അച്ഛന്റെ ഭാര്യ അല്ലേടാ അവര്. ആ ബോധം അവർക്കില്ലെങ്കിൽ പിന്നെ ബാലുവേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? ഏതായാലും വലിയൊരു ചതിയല്ലടാ അവര് ചെയ്തത്. സ്നേഹം കാട്ടി സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അത് ഓർക്കുമ്പോഴാ എനിക്ക്. അതിലെനിക്ക് വിഷമമില്ല. അവളും എന്റെ ചോര തന്നെയല്ലേ. പക്ഷെ നാളെ അവളുടെ ശരീരത്തിനും ആരെങ്കിലും വില പറയില്ലെന്ന് എന്താ ഉറപ്പ്? പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ ബാലു. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ നിന്റെ കൂട്ടുകാരാന്ന് പറഞ്ഞ് നടക്കണേ? എന്ത് പരിഹാരം? ചിലപ്പോ തോന്നും എല്ലാത്തിനും പരിഹാരം മരണമാണെന്ന്. പക്ഷെ മനസ്സിന് അതിനുള്ള ധൈര്യവും ഇല്ല. ധൈര്യം ഉണ്ടെങ്കിൽ നിനക്കത് ചെയ്യാൻ കഴിയോ? നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് നിനക്ക് ചിന്തിക്കാൻ കഴിയോ? പ്രശ്നങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയാ വല്ലപ്പോഴും ഇങ്ങനെ കൂടുന്നതും കുടിക്കുന്നതും. അതുകൊണ്ട് ഇവിടെയെങ്കിലും പ്രശ്നങ്ങളൊക്കെ മറന്ന് നമുക്കങ്ങ് അടിച്ചു പൊളിക്കാം. എന്റെ അഭിപ്രായം അതാ. ഇവിടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മറക്കാം. എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പ്രശ്നം എന്റെ ഭാര്യ. ഇനിയും താമസിച്ചാ എന്റെ ജീവിതം തന്നെ പ്രശ്നത്തിലാവും.
ഞാൻ പോവാ മക്കളെ. എന്നാ ശരി സൈനു. ചെല്ലി ചെല്ലി നിന്റെ ഒക്കെ ഒരു സ്വപ്നം. അവനൊക്കെ പൊക്കോട്ടാ. എനിക്കിന്ന് അർമാദിക്കണം. അർമാദിക്ക് ഓ വലിയ മാന്യന പെണ്ണും പിള്ളയെ പേടിയുള്ള ആള്. ചെല്ല്. എന്താടാ ചുമ്മാ ഇത് വാടല്ലേ നീ ചോദിക്കടാ. എടാ എവിടെയാണോ പെണ്ണിനെ പിടിച്ചോണ്ട് പോണ വാടാ കൊണ്ട്. എങ്ങോട്ടാ? നേരെ പോട്ടെ. എങ്ങോട്ടാ പിള്ളേരെ? നേരെ. നേരെ എന്ന് പറഞ്ഞ ഇനിയേ ഈ വണ്ടി നേരെ എങ്ങും പോവില്ല. ഇങ്ങോട്ടിറങ്ങിയോട്ടെ. ഇങ്ങോട്ടോ ഒരുമാതിരി. അതെ, നേരെ തന്നെ പോകണമെന്ന് നിർബന്ധമാണെങ്കിലേ രണ്ടുപേരും നേരെ അങ്ങ് നടന്നു ചെന്നാട്ടെ. രാവിലെ ഇറങ്ങിക്കൊള്ളു മനുഷ്യനെ. അയ്യോ ഇതെന്ത് പറ്റി? അയ്യോ കുട്ടി എന്റെ ചോശാമേ, ഇതൊരു കറിക്കില്ലല്ലോടി. നീ രണ്ടു കൂടി ഇങ്ങിട്ടേ. എന്റെ ചേട്ടത്തി മീനിനൊക്കെ തൊട്ടാ പൊള്ളുന്ന വിലയാണ്. ഓ ഏതായാലും ഇത് ഇത്തിരി കൊള്ളയായിപ്പോയി. അതിരിക്കട്ടെ, വിരുന്നുകാരുണ്ടെന്ന് പറഞ്ഞ കേട്ടല്ല. ആ അതാ അച്ചായന്റെ പരിചയക്കാരനൊരു കൊച്ചനാ. അത്യാവശ്യം കാശും കാര്യങ്ങളുള്ള ആ പെൺകൊച്ചിനെ കയറി അവനങ്ങ് പ്രേമിച്ചു. ഒടുവിൽ നിക്കക്കള്ളിയില്ലാതായപ്പോ അവളെയും കൂട്ടി പുറപ്പെട്ടു പോന്നതാ. അവസാനം കുലുമാല ആകുവാ. ഓ എന്ത് കുലുമാല്? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കാണ്ട് പോകാൻ നോക്ക്. എനിക്ക് അപ്പുറത്ത് ഒരുപാട് പണി കിടക്കുന്നു. ആ ശോശാമ്മ പോ. എന്റെ പൊന്നേട്ടത്തി നമ്മള് പോണേണ്. ഒന്ന് ചോദിച്ചെന്നുള്ളു, അതിന് ഇത്ര ദേശിക്കണം. ഒരു കാര്യം അന്വേഷണക്കാറ്റ് വന്നേക്കാം. ആ ഇതെന്തൊരു ഉറക്കം എന്റെ കർത്താവേ. അച്ചായോ
നേരെ എത്രയെന്നറിയാം ഒന്ന് എഴുന്നേറ്റേ ഒന്നും കൂടെ എഴുന്നേക്കാൻ ഒന്ന് എഴുന്നേക്ക് അയ്യേ ഈ വർഷന്റെ ബോധവും ഇല്ല എന്തൊരു കിടപ്പായത് എനിക്ക് ബോധം കുറവാടികം പറഞ്ഞവരെ ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാ അപ്പുറത്തെ പിള്ളേരുണ്ടെന്ന് മറക്കണ്ട അയ്യോ ഞാനതങ്ങ് മറന്നു. ഓ പിന്നെ അവരുണന്നോടി. ഉണരാനായിട്ട് അതുങ്ങൾ ഉറങ്ങിയിട്ട് വേണ്ടേ എന്നാ അതെ, തൽക്കാലം നീ അവരുടെ കഥ ആരോടും പറയാൻ നിൽക്കണ്ട. നമുക്ക് വേണ്ടപ്പെട്ട പിള്ളേരാന്ന് പറഞ്ഞാ മതി. ആ അതങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓ അത് ശരി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നീ എല്ലായിടത്തും നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്തല്ലേ? പിന്നല്ലാണ്ട് 2 ദിവസമായിട്ട് അയൽക്കാരും മറ്റുള്ളവരൊക്കെ ഇത് കാണുകയല്ലേ. ആരാ എന്താന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോ ഞാൻ പിന്നെന്താ പറയേണ്ടത്? എടി, നീ തെറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്താന്നറിയില്ല, മനസ്സിനൊരു നൊമ്പരം. നീ വിഷമിക്കാതെ പോലെ അവനിങ് വരൂ. നേരും ഇത്രയായിട്ടും ബാലുവിനെ കാണുന്നില്ലല്ലോ ചയ. നീ കിടന്ന് ബഹളം വെക്കാതെ ക്ലാരെ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ആ, അവൻ ദേ എത്തി. ആ, നീ എവിടായിരുന്നു ബാലു? നിന്നെ അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയതാ. വെറുതെ ഒന്ന് ചുറ്റാൻ ഇറങ്ങിയതാ, സമയം പോയത് അറിഞ്ഞില്ല. ഇത്രയും നേരമായിട്ട് നീ എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചമ്മച്ചി. എവിടുന്ന്? പുറത്തുനിന്ന്. ബാലു, എടാ, നിന്റെ മനസ്സെനിക്കറിയാം. നീ ഒന്നോർക്കണം, നിന്നെ രാധിയെ ഞങ്ങൾ സ്വന്തം മക്കളെ പോലാ കണ്ടത്. നീ പട്ടിണി കിടന്ന് എനിക്ക് ലാഭം ഉണ്ടാക്കി തരണ്ട. നീ പഠിച്ചൊരു തൊഴിലില്ലേ, നാളെ നമുക്ക് സദാനന്ദ മുതലാളി ഒന്ന് കാണാം. ഒരു അർജന്റ് കോളായിരുന്നു അതാ. അപ്പൊ ബാലു, ദേവസ്യാച്ചായന്റെ ആവശ്യങ്ങൾ ഒരിക്കലും ഞാൻ നിരസിച്ചിട്ടില്ല. ഓ, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു ആവശ്യവുമായി ഞാൻ മുതലാളിയുടെ മുമ്പിലേക്ക് വന്നത് തന്നെ. നല്ല സമയം എപ്പോഴാണെന്ന് നോക്കി ബാലു വന്ന് വണ്ടി എടുത്തോട്ടെ. എന്താ? എന്നാ പിന്നെ ആയിക്കോട്ടെ. പിന്നൊരു കാര്യം, സ്വന്തം മുതൽ പോലെ നോക്കിക്കോണം. വരുമാനം ഒരുപാട് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഒരു ഓട്ടോയിന്നാ ഞാനും തുടങ്ങിയത്. അതുകൊണ്ടാ. എനിക്കത് അറിയരുത് മുതലാളി. അപ്പൊ ശരി, കാണാം. വാ ബാലു. ശരി. നിങ്ങൾ പറയുമ്പോൾ അനുസരിച്ചോളാം. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ കൊല്ലരുത്, ഞാൻ പാവ, എന്നെ കൊല്ലരുത്. പന്നി ചതിക്ക് ശിക്ഷ മരണമാണെന്ന് അറിയില്ല മുരുക. ഒരവസരം കൊടുത്ത, എനിക്കൊരവസരം കൊടുത്ത. മരണദേവന് നിന്റെ ജീവൻ ഏറ്റെടുക്കാൻ പാകത്തിലുള്ള മുറിവുകളൊന്നും ഈ ശരീരത്തിൽ ഞാൻ വരുത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ വാൾമുനയിൽ പറ്റി നിൽക്കുന്ന നിന്റെ ജീവന് ഞാനൊരു ഔദാര്യം തരുന്നു. പ്രാർത്ഥിക്കുക ഈശ്വരനോട്. നിന്റെ ഈശ്വരനോടല്ല, എന്റെ ഈശ്വരനോട്. പോയി ഇരുന്ന് വാങ്ങടാ നിന്റെ ജീവൻ. ரொம்ப மோசமா அடிச்சிருக்கேச்சுண்டா. பரவாயில்லடா. എന്നോട് പൊറുക്കണ മുതലാളി, എന്നെ കൊല്ലല്ല. ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ഞാൻ എവിടെയും പോയി ജീവിച്ചോളാം. சரிடா, சும்மா சரி, அழாத, எழுந்துடு, மெத்துவா மெத்துவா மெத்துவா. என்னை ஏமாத்துறவனே, கொல்லறதுதான் என் பழக்கம்னு என் கூட இருக்கணும் உனக்கு தெரியாத கண்ணா. அப்படி இருக்கும்போது
എന്നെ കൊല്ലതുക്ക് നീ മാറുവേഷത്തിലെ ആളെ അനുപ്രിയ ഉന്നോட ധൈര്യം സൂപ്പർ സൂപ്പർ സൂപ്പറോ സൂപ്പർ എന്നെ മന്നിച്ച കടവുൾ എന്നെ മന്നിക്ക മാട്ടേൻ ഇപ്പം ബാലുവിന് ഈ ഗ്രാമത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? ഇതാണ് മുല്ലശ്ശേരി ഗ്രാമം. ഇവിടെ ഭരിക്കുന്നത് സർക്കാരല്ല, ഇലഞ്ഞിക്കൽ വൈദ്യനാഥൻ ചെട്ടിയാര്. ചന്ദ്രേട്ടോ 2 ചായ. അതെ, മുതലാളി പറയുന്നതാണ് ഇവിടെ നിയമം. ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ആ കാറിൽ ആദ്യം ഇറങ്ങി വന്ന ചെറുപ്പക്കാരൻ അതാണ് ചിന്ത. ചെട്ടിയാരുടെ ഒരേ ഒരു മകൻ ചിദംബരനാഥൻ. ഈ ഗ്രാമത്തിലെ ഏറ്റവും പഠിപ്പുള്ള ചെക്കനാവൻ. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛൻ പറയുന്നതിനപ്പുറമില്ലവൻ. പോക്കർക്ക ഇവിടെ ഉണ്ടായിരുന്ന ഓടാൻ തുടങ്ങിയിട്ട് ഞമ്മളോടൊന്ന് പറഞ്ഞില്ലോ പറയാ. നീ ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉത്സാറായി. അന്നാ പിന്നെ അന്റെ കൈനീട്ടം ഞമ്മളെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ. നീ വണ്ടി എടുക്ക്. ഇജ്ജ് എന്തിനാടാ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണത്? ഞമ്മക്ക് പോകാനെ കൊണ്ട് അന്റെ വണ്ടി മതിയെന്ന്. ഇജ്ജ് വണ്ടി എടുക്കുന്നു. നീ ഏതാടാ നായിന്റെ മോനെ? ഇതെന്ത് അന്യായാണ് പടച്ചോനെ? വണ്ടി തടഞ്ഞിട്ട് തെറി വിളിക്കണ. മിണ്ടാതിരുന്നോണം, ഇല്ലെങ്കിൽ ഇതിനകത്തിട്ട് തീർത്ത് കളഞ്ഞാൻ. ഇത് ഇടങ്ങാറായില്ല പടച്ചോനെ. കണ്ടവനൊക്കെ കയറി നിറങ്ങാനുള്ളതാണോടാ സ്റ്റാൻഡ്? എന്തായി കാണിക്കണം? ഞാൻ ഈ സ്റ്റാൻഡിൽ പുതിയ കയ്യിന്ന് വിടുന്നു. ഈ സ്റ്റാൻഡിൽ ഓടണമെങ്കിൽ ആന്റണി പറയും. എന്താടാ നിർത്തിക്കളഞ്ഞ? എന്താ പ്രശ്നം? അല്ലടാ, അശോകേട്ടന് ഇതിൽ ഇടപെടണ്ട. ഇടപെടരുതെന്നോ? എന്താണ് ഇടപെട്ടാല്? ഈ സ്റ്റാൻഡിലും പുറത്ത് നീയൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാവും പകലും ഇല്ലാതെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഇടപെടും. തലണെങ്കിൽ നീ എന്നെ തല്ലടാ. തലണി തല്ലടാ. ചെല്ല്. തുടങ്ങി അന്ന് തന്നെ പ്രശ്നങ്ങളാണല്ലോ ബാലു. എടി, നിനക്കെന്തറിയാം? ഈ പ്രശ്നത്തിൽ തുടങ്ങുന്ന എല്ലാം വരാനിരിക്കുന്ന നല്ലതിനായിരിക്കും. എന്നാൽ ഇതിത്തിരി കഷ്ടായിപ്പോയി. അശോകട്ടന്റെ കയ്യിലുണ്ട് കുറ്റം. ഞാൻ അറിഞ്ഞു ഇവൻ ചെന്ന് ചാടുന്ന ചെറ്റയുടെ മുന്നിലായിരിക്കുമെന്ന്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അശോകട്ട. എനിക്ക് 2 അടിയുടെ കുറവുണ്ടായിരുന്നു, അത് കിട്ടി, അത്ര തന്നെ. എന്നാലും ആ തോമാച്ചനും ജോയിച്ചാനും ഒക്കെ ഒന്ന് പിടിച്ചു മാറ്റിയെങ്കിലും ചെയ്തൂടായിരുന്നോ? അതെങ്ങനാടി? എല്ലാവർക്കും അവനെ പേടിയല്ലേ? എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. അസൽ ഫ്രോഡ്. ദാ ഓട്ടോയിൽ ചാരായം കിടത്തിയാൻ അകത്തായിരുന്നു. ആ ചെട്ടയുടെ പണവും പിടിപാടും കൊണ്ട് ജാമ്യത്തിലിറങ്ങിയതേ ഉള്ളൂ. ദാ ഇന്നലെ. അല്ലേലും സ്റ്റാൻഡിൽ ഒരു പുതുകൈ വരുമ്പോ എല്ലാവർക്കും ഒരു നീരസം ഉണ്ടാവും അശോകട്ട. എന്നാ ഞാൻ ഇറങ്ങി. ചെല്ല്. ഇന്ന് കിട്ടിയത് മുഴുവൻ മാർക്കറ്റിൽ കൊടുത്ത പോലെ ഉണ്ടല്ലോ. ഏയ്, കുറച്ച് പച്ചക്കറികളാ. എന്നാ പിടിക്കുമോളെ. ഇതാ അമ്മച്ചി. എന്ത് പറ്റും അമ്മച്ചി? സന്തോഷം കൊണ്ടാ മോനെ. ഇങ്ങനൊരു മോനെ തമ്പുരാൻ എനിക്ക് തന്നല്ലോ. അതെ, ഇത്രയും താമസിച്ചപ്പോ ഞാൻ കരുതി രാത്രിയിൽ ഓടുന്നുണ്ടായിരിക്കുമെന്ന്. ഓ പിന്നെ, ഇനി രാത്രിയും കൂടി ഓടാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. നല്ല വിശപ്പുണ്ട്. നീ പോയി വല്ലതും എടുത്തു വേടി. അല്ല, നിങ്ങൾ കുളിക്കുന്നില്ലേ? ഓ ശരി ശരി, നീ പോയി വെള്ളം ചൂടാക്ക്. ഇവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇവനിത് എവിടെ പോയി?
എടാ ഇമ്പ്രിക്കണ്ണ കണ്ട ഇല്ല. ഇവിടെ നിപ്പുണ്ടായിരുന്നു, എന്നെ കണ്ടപ്പോ മുങ്ങിയതാ. വിടില്ല ഞാനവനെ. എന്നോടാ കളി. ആരെയാ ചന്ദ്രൻകുട്ടി നോക്കുന്നേ? ഒന്നും പറയണ്ട എന്റെ തോമാച്ച. പണം വാങ്ങിട്ട് തിരികെ തരില്ലെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും നോക്കിയ തോമാച്ച, ഈ പാട്ട വണ്ടിയിൽ ഇനി ചെയ്തു വെക്കാൻ വല്ല വേല ഉണ്ടാ നോക്കിയേ. കിട്ടുന്ന കാശ് മുഴുവൻ ഇതിനെ ഒരുക്കിക്കൊണ്ട് നടക്കണവൻ. പൈസ തരാണ്ട് ഉണ്ടാ പൊന്ന് തോമാച്ചായ. 1 2 3 ഓ എല്ലാം തയ്ച്ചണ്ടല്ല. തോമാച്ചായനെ ദൈവം രക്ഷിക്കും. മുതലാളിയുടെ തെറി കേട്ട് ഞാൻ മടുത്തു. എന്റെ തോമാച്ചായ വിടില്ല ഞാനവനെ. കാണിച്ചു തരാം. ചന്ദ്രൻകുട്ടി, ഞാൻ പറഞ്ഞ കാര്യം. എന്റെ തോമാച്ചായ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. കല്യാണത്തിന് ഇനി ദിവസം കിടക്കുകയല്ലേ? അതെ അതെ. ചന്ദ്രൻകുട്ടി പറഞ്ഞ അതിന്റെ അപ്പുറം ഇല്ല മുതലാളിക്ക്. തോമാച്ചേന്റെ മോളുടെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കാം. എന്താ പോരെ? എന്റെ ഈശോയെ, അത് മതി. അപ്പൊ നിക്കാൻ നേരമില്ല. കാശി തരാനുള്ള ഒരു 5-6 പിശാശി മക്കളെ കൂടി എനിക്ക് പൊക്കാനുണ്ട്. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ എടാ ബാലു, വൈകിട്ട് കാണാം. അത് ശരി, പോയോ? എന്തായാലും കൊള്ളാം. രക്ഷപ്പെട്ടു. ഇയാടെ കയ്യിൽ നിന്ന് കാശും മേടിച്ചു, ബാക്കിയുള്ളവര് സമാധാനം തരത്തില്ല. മതി. ബാക്കിയുള്ളവരോട് 3 ദിവസം ഫേഷ്യൽ ചെയ്തിട്ട് അപ്പോഴയാളുടെ ഒരു പലിശ പൈസ. കൊള്ളാവോ? പിന്നെ അടിപൊളിയല്ലേ? ആ, ഈ ഒരു സാധനം കണ്ടോ, ഒന്നിനൊന്നിന് വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക. ഇതില്ലാതെ ഞാൻ അടിപൊളിയായിരുന്നു. ആണോ? ആ, ദേ ഒരു കാര്യം പറയാം, അയാളുടെ നിന്ന് പലിശക്ക് പൈസ എടുത്തേക്കല്ലേ. ബാക്കിയുള്ളവനെ പിന്നെ മുങ്ങി അടക്കേണ്ടി വരും, മനസ്സിലായോ? ഹലോ. ചേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ വന്നിട്ട് കൊറേ നാളായി. ഞാനൊരു മണ്ടനാണെന്ന് കരുതിയ. കയ്യിലെ കാശും മേടിച്ചിട്ട് മുങ്ങി നടക്കുകയാണല്ലേ നിന്നെ ഞാൻ. ചന്ദ്രൻകുട്ടി. ആഹാ, ആലവലായല്ലേ. എടാ ബാലു പിടിച്ചേടാ. ഇവര് ചന്ദ്രൻകുട്ടി ആരാണെന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. വൈകിട്ട് മുതലാളി ഇത് തെറിയേക്കുന്നത് ഞാനാ. ദാണ്ട പോയി. ആഹാ, മുങ്ങിയ. അപ്പൊ ഇനി മുതല് ഈ വണ്ടി മുതലാളിയുടെ മുറ്റത്ത്. ഓക്കെ? ഹലോ, എന്താടാ ആരണി? എനിക്കൊരു 1000 രൂപ വേണമായിരുന്നു. ഇപ്പൊ എന്റെ കയ്യിൽ കാശൊന്നും ഇരിപ്പില്ല. മുതലാളിയോട് ചോദിച്ചിട്ടുണ്ട്. ആന്റണി, നീ ആരോടെ കളിക്കണമെന്ന് ഓർമ്മ വേണം. ആ ബാഗ് എന്റെ ബാഗ് തരാൻ. നിന്റെ മുതലാളിക്ക് വേണ്ടി സ്പിരിറ്റ് കടത്താനും ജയിലിൽ കിടക്കാനും ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട് ആന്റണി. അതുകൊണ്ട് ഈ കാശ് ആന്റണിക്കും ദഹിക്കും. കേട്ടടാ? നീ ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നവനായിരിക്കും. പക്ഷേ ഞങ്ങളുടെ മറ്റുള്ള ആളുകളെ തൊട്ടാലുണ്ടല്ലോ, ചെട്ടിയാരുടെ ആളുകളുടെ ദേഹത്ത് കൈവച്ചാലുണ്ടാകുന്ന അനുഭവം നിന്നിലൂടെ ഈ നാട്ടുകാരറിയണം. അവർക്കിതൊരു പാഠമായിരിക്കണം. നോക്കി നിൽക്കാതെ രക്ഷപ്പെടുത്തണം. என்ன லட்சுமி, மூஞ்சி ஒரு மாதிரியா இருக்க? என்ன சொல்லுங்க? സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ രണ്ടാളും ചെയ്തു കൂട്ടുന്നത്. ഓ ചിന്ത, ആന്റണി അടിച്ചതിലെ തപ്പേ കിടയാത്. ஆனா அவனை வேண்ட ரீதியில ட்ரீட் பண்ணல பாரு, அங்கதான் அவனை நமக்கு நாளைக்கும் தேவைப்படுவா. அவனை நம்ம வேண்ட ரீதியில செய்திரு. சரிப்பா. ഒരു മനുഷ്യ ജീവനെ കൊല്ലാക്കൊല ചെയ്തിട്ട് എന്തിനി ഉപകാരം ചെയ്യുന്നു? ദൈവം പൊറുക്കില്ല ഇതൊന്നും. അവന്റെ ഭാര്യയുടെയും മക്കളുടെയും ശാപം വിട്ടൊഴിയില്ല നമ്മളെ. ലക്ഷ്മി, എന്നെ മാതിരി ആമ്പളയാ ഒരുത്തനെ പെത്തു കൊടുത്തതിനാൽ താനേ ഓം വാർത്തയ്ക്ക് കൊഞ്ചമാവത് ഞാൻ കാതു കൊടുക്കറേ. அது என்ன பறிக்கிறதற்குள்ள லைசன்ஸா மட்டும் எடுக்க கூடாது. நீ அது ரொம்ப தப்பு. புரிஞ்சதா உனக்கு? அது ம்.
ഇത് നിന്റെ രണ്ടാം ജന്മമാണെന്ന് കരുതിയാൽ മതി ആന്റണി. അഹങ്കരിച്ച് നടത്തുന്ന നിന്റെ ആദ്യ ജന്മത്തിൽ ഒരു സമാധാനവും കൊടുത്തിട്ടില്ല നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും. എന്നിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അവർ കാത്തിരിക്കുന്നു. അതവർക്ക് നിന്നോടുള്ള സ്നേഹം, കടമ. ഈ ഞങ്ങളെപ്പോലും ഈ ശത്രുവായിട്ടില്ല കണ്ടത്. പഴയതെല്ലാം മറക്ക്. ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കാൻ നോക്ക്. ഗുഡ്, എക്സലന്റ്. നിന്റെ വാക് സാമർത്ഥ്യം അസാധ്യം തന്നെ അശോക. പക്ഷേ ഇവിടെ അതുകൊണ്ട് ഫലമില്ലല്ലോ. ശരിയല്ലേ ആന്റണി? നിവർന്നു നിന്ന് പണി ചെയ്യാൻ നീ പ്രാപ്തനായ നിന്നെ വേണം ഞങ്ങൾക്ക്. ഒന്ന് നിന്ന് പാപക്കറ പുരണ്ട നിന്റെ ഈ പണം ഇനി ഇവന് വേണ്ട. പണം കൊണ്ട് അധികാരം കൊണ്ടും എന്ത് നേടാമെന്ന് നീ കരുതണ്ട. ഒരുപാട് പഠിച്ചവനല്ലേ. അച്ഛന്റെ വാക്ക് കേട്ട് ചെയ്തു കൂട്ടുന്ന ഈ പാപങ്ങൾക്ക് കണിശമായും പശ്ചാത്തപിക്കേണ്ടി വരും നിനക്ക്. തീർച്ച. നമുക്ക് കാണാം. കാണാം. ഞാൻ പോയിക്കോട്ടെ അശോട്ടാ. നീയൊന്നിറങ്ങ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അശോട്ടാ? കുറെ ദിവസമായിട്ടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. എത്ര നാളെന്ന് കരുതിയാ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാ? ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ബാലു, കൊള്ളരുതാത്തവനാണെങ്കിലും കിടക്കരികിലിരുന്ന് കണ്ണീർ പൊഴിക്കാനും പ്രാർത്ഥിക്കാനും ആന്റണിക്ക് അവന്റെ ഭാര്യയും മക്കളുമുണ്ട്. പക്ഷേ ഇതുപോലൊരവസ്ഥ നിനക്ക് വന്ന സ്വന്തമെന്ന് പറഞ്ഞ അരികിലിരിക്കാൻ ആരാ നിനക്കുള്ളേ? അന്യരായ ദേവസ്വയും ഭാര്യയും എത്ര നാളുണ്ടാവും നിനക്കൊപ്പം? അല്ലെങ്കിൽ പിന്നെ ആരെന്ന് നിനക്ക് പറയാൻ പോലും അറിയാത്ത രാധിക. നിന്റെ കഥ പറയുമ്പോ ദേവസിച്ചായന്റെ കണ്ണുകൾ നിറയുന്ന ഞാൻ കണ്ടു. അത്രയ്ക്ക് ഇഷ്ടമാണോ നിന്നെ അവർക്ക്? അതിലേറെ അവർക്ക് ഇഷ്ടമാടാ നീയും രാധികയും ഒന്നാകുന്നത്. എന്താ നിന്റെ അഭിപ്രായം? ഇരുട്ടിന്റെ മറപറ്റി മരണവുമായി എന്റെ മുന്നിലേക്ക് വന്നവളാണ് അവൾ. എന്റെ പ്രിയപ്പെട്ടവരെല്ലാം മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞവൾ. അവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കണമെന്ന്? അപ്പോ നിനക്കവളെ ഇഷ്ടമല്ലെന്നാണോ? എനിക്കറിയില്ല അശോകേട്ട. പക്ഷെ അവളെ നഷ്ടപ്പെടുന്നതും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവക്കും അങ്ങനെ തന്നെ ആവും. ഇതിനെയാടാ പുല്ലേ സ്നേഹം എന്ന് പറയുന്നത്. പിന്നെ രാധിക എന്ന പേരല്ലാതെ അവളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അവൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി നീ ചോദിക്കണം അവളെക്കുറിച്ച്, അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്. ഇനിയുള്ള യാത്രയിൽ എന്തിനും അവളോടൊപ്പം നീ ഉണ്ടെന്നറിഞ്ഞാ അവളെല്ലാം നിന്നോട് പറയും. അവിടുന്ന് തുടങ്ങാതെ നമുക്ക്. മറ്റുള്ളവർ പറയുന്ന പോലെ ബാലുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് കഴിയില്ല ബാലു. അത് ബാലുവിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല. അറിയാതെയാണെങ്കിലും ഒരിക്കൽ എനിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയവനാ ബാലു. ഇനി ഞാൻ കാരണം അത് വേണ്ട. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര കടപ്പാടുണ്ട് എനിക്ക് ബാലുവിനോട്. താൻ പറഞ്ഞു വരുന്നത്? അതെ, ഇത്രയും നാള് ഞാൻ ബാലുവിനോട് പറഞ്ഞത് മുഴുവൻ കളവായിരുന്നു. ജീവന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ഞാൻ സ്വയം സ്വീകരിച്ച പേരാണ് രാധിക. ഓർഫനേജിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട ബാല്യ കൗമാരമായിരുന്നു എന്റേത്. അവിടെ എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. മദറിന്റെ പ്രത്യേക താല്പര്യം കൊണ്ട് പഠിക്കാൻ മിടുക്കിയായിരുന്നു ഞാൻ. നഗരത്തിലെ ഒരു കോളേജിലേക്ക് അയക്കപ്പെട്ടു. ഓർഫനേജിന്റെ നിറമങ്ങിയ കാഴ്ചകളിൽ മുരടിച്ചു പോയ എന്റെ മനസ്സ് വർണ്ണ ചിറകുകൾ തേടുകയായിരുന്നു അവിടെ. സന്തോഷങ്ങൾക്കൊപ്പം നാശത്തിന്റെ വഴികളും ക്യാമ്പസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. പെൺകുട്ടികൾക്കിടയിൽ അത്രയൊന്നും ചർച്ച ചെയ്യാൻ പറ്റുന്ന രൂപഭാവങ്ങളൊന്നും അവനില്ലായിരുന്നു. പിന്നെന്താണ് അവനിലേക്ക് എന്നെ അടുപ്പിച്ചത്? ഒരു സൗഹൃദത്തിനുമപ്പുറം മറ്റൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്കിടയിൽ. ഒരുപക്ഷെ ആനുകാലികങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന അവന്റെ കവിതകളിലെ ബന്ധന വിമുക്തയാവാൻ കൊതിച്ചിരുന്ന ആ പെൺകുട്ടി ഞാനാണെന്ന് സ്വയം സങ്കല്പിച്ചതുമാകാം. പിരിയാൻ പറ്റാത്ത അത്ര വിധം തളച്ചിടപ്പെടുകയായിരുന്നു ഞാൻ അവനിൽ. കോളേജ് ലാബിന്റെ ഏകാന്തതയിൽ എനിക്കായി അവനൊരുക്കിയ കെണിയിൽ അറിയാതെ ഞാൻ പെട്ടുപോവുകയായിരുന്നു. നിമിഷ സുഖങ്ങളെയും നിഷേധ വികാരങ്ങളെയും പുൽകാൻ വെമ്പുന്ന അവന്റെ മനസ്സ് ഒരിക്കൽ എന്നിലേക്കും തിരിഞ്ഞു.
രക്ഷപ്പെടലിനിടയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ജീവിതമായിരുന്നു, എന്റെ സ്വപ്നങ്ങളായിരുന്നു. എന്താ ഇത്? അതൊക്കെ കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞിട്ടില്ല ബാലു. ഒരിക്കലും എന്നെ വിട്ടുപിരിയാത്ത ഒരു അപകടമാണവൻ. കരിഞ്ഞ കണ്ണുകളുമായി അവൻ എന്റെ പിന്നാലെയുണ്ട്, എന്റെ നാശം കാണാൻ. അങ്ങനെ ഒരു രക്ഷപ്പെടലിന്റെ വഴിയില് നിവേദിത എന്ന ഞാൻ രാധികയായി നിങ്ങളുടെ മുന്നിൽ എത്തിയത്. ഏത് നിമിഷം അവനെത്തും, മരണവുമായി എന്നെ തേടി. വേദന സുഖമാണവന്, വേദനിപ്പിക്കുന്നത് ഹരവും. കഴിയില്ല ബാലു, അവനിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ. ജീവിതം നഷ്ടങ്ങളെ എനിക്ക് നൽകിയിട്ടുള്ളൂ. അവസാന ശ്വാസം പടഞ്ഞു തരുമ്പോഴും എന്റെ ഗോപു എന്നോട് പറഞ്ഞത് തന്നെ രക്ഷിക്കാൻ. വിട്ടുകൊടുക്കത്തില്ലടോ തന്നെ ഞാനൊരു അപകടത്തിന്. കരയാതിടോ, ഒന്ന് ചിരിക്കടോ. മഴയായി
പെട്രോൾ വാങ്ങിക്കൊണ്ട് പോകണൊക്കെ കൊള്ളാം. വണ്ടി ഓടാൻ നോക്കണം കേട്ടോ. എടാ ഓടാതെ ഞാൻ എവിടെ പോകാനാ? പണ്ടത്തെ പോലൊന്നുമില്ല, ഇപ്പൊ ഓടാതിരിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ പ്രായമാകുമ്പോ പ്രാരാബ്ദം കൂടും, അതറിയാം. എടാ ബാലു, പ്രാരാബ്ദം കൂടിയിട്ടൊന്നുമല്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഫേഷ്യൽ ചെയ്താൽ മതിയായിരുന്നു. ഇന്നിപ്പോ ഡെയിലി ഫേഷ്യൽ ചെയ്യണം, അതിന് പുറമെ ഡൈയും ചെയ്യണം. മനസ്സിലായോ? അതൊക്കെ പോട്ടെ, നിന്റെ പൈസ പിടിച്ചേ. പൈസ ഞാൻ സ്റ്റാൻഡ് വന്നിട്ട് തരാം. വേറെ ഒരു ഓട്ടോ ഉള്ളതാ, കാണാം. അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കള്ളി നമ്മുടെ സുന്ദരി കുട്ടികൾ ഓടുക. പെണ്ണിനെ എന്റെ പൊന്നുമക്കൾ വരൂന്ന് പറഞ്ഞെങ്കിൽ അമ്മമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കൂലായിരുന്നു. സ്കൂളിൽ നിന്ന് വിളിക്കാൻ ഞാൻ തന്നെ ചെല്ലണമെന്ന് രണ്ടാൾക്കും ഒരേ നിർബന്ധം അമ്മച്ചി. ബാല് പോയോ മോളെ? ഇന്ന് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പ് അങ്ങ് ചെല്ലണം. അല്ലെങ്കിലും അതെ, വന്ന ഉടനെ തുടങ്ങും പോണോന്നും പറഞ്ഞ്. എന്താടാ അമ്മമ്മ നിങ്ങളുടെ ഒപ്പം വന്ന അപ്പാപ്പന്റെ കാര്യം ആര് നോക്കുമ്പോളെ? അപ്പാപ്പനും കൂടി വരട്ടെ. അമ്മാമ്മ അപ്പാപ്പനോട് ഒരു ദിവസം അങ്ങ് വരും, പിന്നെ കൊറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. എന്റെ അന്നുക്കുട്ടിയുടെ കല്യാണത്തിന്. യോ, എന്റെ മക്കൾക്ക് കുടിക്കാനൊന്നും തന്നില്ലല്ലോ. വന്നേ, അമ്മാമ്മ ചായ ഉണ്ടാക്കി തരാം. വാ മക്കളെ. ഞാൻ എന്ത് ചെയ്യാനാ അമ്മച്ചി? അച്ചായനൊരു കുറുക്കി ചേർന്നിട്ടുണ്ട്, 5 വർഷം വെക്കണം. അനുക്കൂട്ടിയുടെ ഒരു കാര്യം വന്നാ എടുക്കാലോ എന്ന് വിചാരിച്ച. കുട്ടികള് രണ്ടും ഒരേപോലെ വളരുക. അവനോട് പറ എന്തെങ്കിലും ഒന്ന് കരുതി വെക്കാൻ. എടി കരുതി വെക്കണം എന്ന് പറഞ്ഞ് എവിടുന്ന് എടുത്തിട്ട് കരുതി വെക്കാനാ? ഓട്ടോക്കാരന് ആകെ കരുതി വെക്കാനുള്ളത് യാത്രക്കാരന്റെ തെറിവിളിയെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. എന്റെ പൊന്നെ, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, അതിന് ഇത്രയ്ക്ക് സംസാരിക്കാൻ എന്തിരിക്കുന്നു? നീ ഈ ബുക്കൊന്ന് നോക്കി, വരവിനേക്കാൾ എത്ര മടങ്ങ ചെലവ് പോണെന്നറിയാമോ? കടക്കാരോടെല്ലാം സൽപ്പേര് കൊണ്ട് പിടിച്ചു നിൽക്കുക. ഇനി എന്നാണാവോ അവരെല്ലാരും കൂടി ഇങ്ങോട്ട് കയറി വരുന്നത്? നീ ആ പാൽക്കാരനോട് നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയൊന്നും വേണ്ട, അയാള് നാളെ മുതൽ വരില്ല. ഓ ഭാഗ്യം, 240 രൂപ തൽക്കാലം ലാഭിച്ചു. ലാഭിച്ചൊന്നുമില്ല, അയാളുടെ തെറിവിളി കേൾക്കാൻ വയ്യാത്തോണ്ട് അച്ഛന്റെ മരുന്നിന് വെച്ചിരുന്ന കാശെടുത്ത് അയാൾക്ക് കൊടുത്തു. എന്ത് പറ്റി? അപ്പൊ ഇനി നാളെ മരുന്നിന് എവിടെ നിന്ന് ഒപ്പിക്കും? അയ്യോ എന്റെ രാധിക, നീ അല്പം കൂടി ബുദ്ധിപരമായിട്ട് ചിന്തിക്കേ. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം പിഴയ്ക്കും. ഉദാഹരണത്തിന് പാൽക്കാരന് കൊടുക്കാനുള്ള പണം 2 മാസത്തിനുള്ളിൽ കൊടുക്കാനുള്ള യാതൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞതോ? എടി, അങ്ങനെ എത്രയോ ഇന്നുകളും നാളകളും നമ്മുടെ മുന്നിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പച്ചൻ അനുവിന് വേണ്ടി ഒരു കുറി ചേർന്നിട്ടുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞു. അതെയോ? എന്നാ അമ്മച്ചിയോടും കൂടി പറ, ഒരെണ്ണത്തിനും കൂടി കൊടുക്കാൻ. അയ്യടാ, നാണം ഇല്ലല്ലോ. എടി, നാണോ നോക്കിയിരുന്നിട്ടേ ഒരു കാര്യമില്ല. പെമ്പിള്ളാർ 2. എന്റെ മനസ്സിനൊരു വല്ലാത്ത ടെൻഷൻ. അമ്മച്ചി പറഞ്ഞ പോലെ പിള്ളേർ 2 ഒരുപോലെ വളർന്നു വരിക. നാളെ നേരം പുലരാതിരുന്നാ മതിയായിരുന്നു. ആന്റണി, ഞാൻ എപ്പോഴേ சொன்னே உன் മകളുടെ കല്യാണത്തിന് കാശ് തരുമെന്ന് சொல்லவில்லையே? മുതലാളി പറഞ്ഞിട്ടില്ല, പക്ഷെ ചന്ദ്രൻകുട്ടി. നീ പറഞ്ഞോ? അല്ല, അത് പിന്നെ മുതലാളി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കരുതി എലെ പാക്കലാമെന്ന് പറഞ്ഞാ കൊടുക്കണമെന്ന് അർത്ഥമാ. ഇവിടുന്ന് പണം കിട്ടുന്നുള്ള വിശ്വാസത്തിലാ ഞാൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയത്. പക്ഷെ ഇവിടുന്ന് ഇനി കിട്ടില്ല എന്ന് വന്നാൽ എലെ മുന്ന മാതിരി ഇല്ല ആന്റണി. ഇപ്പൊ ബിസിനസ് ரொம்ப டைட். உனக்கு தெரியுமில்ல, நீ செய்த ஜோலிக்கு அப்ப நான் காசு கொடுத்துட்டே இருந்தது இல்ல சிண்டா? ஆனா இப்ப அந்த மாதிரி கிடையாது. இப்ப ரொம்ப കഷ്ടടാ. മുന്നിൽ മറ്റൊരു മാർഗമില്ല മുതലാളി. പണം പറ്റിയിട്ടാണെങ്കിലും തല്ലാനും കൊല്ലാനും ഒക്കെ ഒരുപാട് കൂട്ടു നിന്നവനല്ലേ ഞാൻ. കൈവിടരുത് തന്നെ. ஆண்டனி, ஒரு பிசினஸ்மேன்னா லாபம் மட்டும்தான் எதிர்பார்ப்பா. நஷ்டம் வந்து தெரிஞ்சது வச்சுக்கோ, எல்லாமே விட்டுடும். இல்லையாலே? சரி சரி, நீ என்ன நம்பி வந்துட்ட. சிண்டா, என்னப்பா? சாயங்காலம் இவன் நம்ம கெஸ்ட் ஹவுஸுக்கு வர. சரிப்பா, சொல்றேன். ஏலே,
നീ വര വേണ്ട. ആന്റണിയോടല്ല ചെല്ലാൻ പറഞ്ഞത്, മോളോടാ. കൊച്ചുമോളുടെ പ്രായം പോലും ഇല്ലാത്ത പെൺകൊച്ചിനെ കിടക്കയിലേക്ക് ചടിക്കുന്ന ആ നാറിയുടെ പൂത്ത പണം കൊണ്ട് എന്റെ മോളുടെ കല്യാണം നടക്കണ്ട. ആരോടാ സംസാരിക്കുന്നറിയോ? അറിയാം, എനിക്കെല്ലാം അറിയാം. എന്നെ കൊന്നാലും സാരമില്ല, എന്റെ മോൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് നടക്കണം. നോക്കിയത് മതി, അതിനകത്തൊന്നുമില്ല. ഉള്ളത് ഞാനെടുത്ത് മീൻ മേടിച്ചു. അത് ശരി. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ കാലിയാക്കിയല്ലേ എന്റെ കണക്കൂട്ടൽ തെറ്റുവേ. വന്ന് വന്ന് കണക്കൂട്ടൽ മാത്രമേ ഉള്ളൂ. ആ, പിള്ളേര് കിടന്നോ? അച്ചു കിടന്നു. അവക്കെന്തോ വല്ലാത്ത ക്ഷീണം പോലെ. ഡോക്ടറെ ഒന്ന് കണ്ടാലോ? മൂവന്തിയോളം ഓടിയാ കിട്ടുന്നതെന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഉള്ളേ? അതിൻ്റെ ഇടയ്ക്ക് കല്യാണം, മരുന്ന്, ഫീസ്, വാടക. എന്നാ ഈ കഷ്ടപ്പാടൊക്കെ ഒന്ന് തീരുക? ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, കറണ്ട് ബിൽ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡിന് ഭാഗ്യമുണ്ടെങ്കിൽ നാളെ എന്റെ ഈ ഡിയർ അടിക്കും. 399 അവസാനിക്കുന്ന ഒറ്റ സംഖ്യ അടിക്കൂടി. ദൈവം പോലും കൈവിട്ട ഭാഗ്യദോഷികളാ നമ്മള്. പിന്നല്ലേ ലോട്ടറി അടിക്കുന്നേ. ദേ, വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. അതെ, അച്ഛനെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോണ്ടേ? കുറവില്ലേ? ചൂടിപ്പ കൂടുതലാണോ എന്നൊരു തോന്നല്. ഏതായാലും നീ ഹോസ്പിറ്റലിലേക്ക് വെക്കും, ഞാനങ്ങോട്ട് വന്നേക്കാം. யாரா இந்த பாலு? സ്റ്റാൻഡിലെ ഒരു ഓട്ടോ ഡ്രൈവറാ. തിരുട്ടു പയല. ഓട്ടോ സ്റ്റാൻഡിലെ ഏറ്റവും മാന്യനായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവറാ ബാലു. இங்க பாருயா, முதல்ல மட்டும் 28,000 ரூபாய் இருக்கு. எவ்வளவு வருஷமா இருக்கு, வட்டி வேற. ஹர ஹரோ ஹர. അവന്റെ കാര്യത്തിൽ ഒരു പരിഗണന തരണം മുതലാളി. വലിയ കഷ്ടത്തിൽ അവന്റെ ജീവിതം. ചന്ദ്രു, സെന്റിമെന്റ്സ് കിന്റിമെന്റ്സ് ഒന്നും എനക്ക് தெரியாது, അതെല്ലാം ഞാൻ വിട്ടാച്ചു. ഉനക്ക് ഏതാവത് ഇരുന്നാ എവിടെ? അവന്റെ കാര്യം നീ വിട്ടേക്ക്, ഞാൻ പാത്തുக்கிறேன். ഹരഹരോ. അപ്പുറം വണ്ടി എവിടെ? நல்லா இருக்குமா? പുതിയ വണ്ടിയാ, കൈമാറി എടുത്തിട്ട് അധിക വർഷം ആയിട്ടില്ല. സറി, പാപ്പോം അവന്റെ വണ്ടി എപ്പിടി ഇരിക്കുമെന്ന്. ரொம்ப பிஸியா இருக்காமா? பயந்துட்டியா? பாரு இல்லையாமா? வெளியில வண்டி நிக்கிறது பார்த்தேன். அவன் இருக்கும்னு நினைச்சேன். பரவாயில்ல பரவாயில்ல. அப்புறம் வந்த விஷயம் நான் உங்ககிட்ட ஓப்பனா சொல்றேன். காசுன்னு வரும்போது எல்லாரும் போலதான் நானும் ரொம்ப மோசம். யாரு நானு எப்படி? அதனாலதான் அவங்கிட்ட பல வட்டி நான் சொன்னேன், கொஞ்சம் கொஞ்சமா நீ திருப்பி கொடுன்னு. ஆனா அந்த பரதேசினை கேட்க மாட்டே. அதனால அவன் வரும்போது நீ சொல்லு, செட்டியாரு வந்தாரு, அவன் சஞ்சாரி இருக்குல்ல, வண்டி 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 அதை அப்படியே எடுத்துட்டு போயிட்டே இருந்தோம். மாடா வண்டி வருடா
சரிங்கய்யா. எல்லா கணக்கு சரிதான்டா என்ன பொறுத்தவரைக்கும். എന്നാലേ ബാലു ഞാൻ എന്താ പൊക്കോ അവനെ ഇങ്ങ് വിട്ടുതാ മുതലാളി. നിങ്ങളുടെ പൈസ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിത്തരാം. പക്ഷെ ഇവനില്ലാണ്ട് ഒരു ദിവസം 100 രൂപ വേണം എൻ്റെ അച്ഛൻ്റെ മരുന്നിന്. പട്ടിണി ഇല്ലാണ്ട് പോറ്റണം എൻ്റെ മക്കൾ. ഇവനാ എന്നെ നിലനിർത്തുന്നു. ഉന്നോട് അവസ്ഥയെ പുരിഞ്ഞിക്കിട്ടതിനാൽ താനേ നീ കേൾക്കുമ്പോഴല്ല ഞാൻ കാശ് വാരി വാരി കൊടുത്തിട്ട് വരുന്നത്. ഇതെല്ലാം ഒരു ബിസിനസ് താനേ. இன்னைக்கு வரைக்கும் எனக்கு நஷ்டமே வரல. அதான் இதுப்போ வட்டியும் முதலும். சரி சரி நீ போ, வண்டி இங்க இருக்கட்டும். ഈ വണ്ടിക്കൊപ്പം എൻ്റെ ജീവിതം മുന്നോട്ടിരുന്നു. ഇതില്ലാണ്ടായ എൻ്റെ ജീവിതമില്ല. ஓகே ஓகே நான் எல்லாம் மறந்துடுறேன். நீ எனக்கு கொடுக்க வேண்டியது எல்லாமே நான் மறந்துடுறேன். பதிலா எனக்கு என்ன வேணும்னு உனக்கு நல்லா தெரியும். புரியல? அதை பற்றி யோசி. சந்துரு கவனி இந்த ஆளை. ശരി സ്വാമി. അല്ലേ നല്ല സാപ്പിട്, കൊഞ്ചം കിഡ്നി വരട്ടും. ഇവിടെ ഇങ്ങടുതേ ആദ്യമേ നീ എവിടെ ഇരിക്കടാ. അതേ, മനസ്സിലെ വിഷമം എല്ലാവർക്കും ഉണ്ടാവും. ജീവിതത്തിൽ മനപ്രയാസം ഇല്ലാത്ത ആരാടാ ബാലു ഉള്ളത്? എനിക്കും ഉണ്ട്. നീയേ ആദ്യം ഇതൊന്നും അങ്ങോട്ട് പിടിപ്പിച്ചേ. ഇത് പിടിപ്പിക്കടാ. എടാ, മൂക്കോളം കടം മുങ്ങി നിൽക്കുന്ന നിനക്ക് പറ്റുമോ മുതലാളിയുടെ പണം കൊടുത്ത് ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ? നിന്റെ അച്ഛനെ ചികിത്സിക്കണ്ടേ നിനക്ക്? അവളുടെ പഠിത്തം നോക്കണ്ടേ? വീട്ടു വാടക കൊടുക്കണ്ടേ? വണ്ടിയുടെ ഫിനാൻസ് എത്ര മുടങ്ങി കിടക്കണേ? ഇത് എങ്ങനെ അടക്കുന്ന? നീ ഒന്ന് കണ്ണടച്ച മുതലാളി ഇത് ചെവി അറിയാൻ നിന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരും. എടാ, കെട്ടിയവന്മാരുടെ കണ്ണ് വെട്ടിച്ച് സുഖം തേടി പോകുന്ന എത്ര അവളുമാരുണ്ടോ നമ്മുടെ നാട്ടില്? അതുകൊണ്ട് ഇത് വലിയ കാര്യമൊന്നും അല്ലെന്നേ. ഇതൊന്ന് പിടിച്ചേ. ചിന്തിക്കാനൊന്നുമില്ലടാ. അങ്ങ് കയറി സമ്മതിക്കേ. ഇതാരറിയാൻ പോണ്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നേക്ക് 100 വട്ടം സമ്മതിച്ചേനെ. അല്ല പിന്നെ മുതലാളി പിണങ്ങി അറിയാലോ നിനക്ക്. നിന്റെ കുടുംബം വരെ കുളം തോണ്ടും. നിന്റെ ഈ മൗനം ഞാൻ മുതലാളി അറിയിക്കട്ടെ. ഹര ഹരോ ഹര. என்னமா கண்ணு பயமா இருக்கா? അടുത്തേക്ക് വരരുത്, വരരുതെന്നാ പറഞ്ഞേ. எப்படி 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 இந்த செட்டியாரு முன்னப்பட்ட மொத பொண்ணு கிடையாது கண்ணனி. ചെല്ലക്കിളേ, എത്ര വണ്ടി പിടിക്കാൻ വേണ്ടി ഞാൻ കൂടെ പോകും. സാറേ இளையவன் புருஷன் என்ன பண்ணிட்டு இருக்கு தெரியுமோ? ஏன் பெட்ரூம்ல நல்ல தண்ணி சாப்பிட்டு மலாக்கா படுத்துட்டு இருக்கு. அவன் தாண்டி என்ன இங்க அனுப்பி வச்சா. ஆமா சத்தியமா. വെട്ടു നുറുക്കുന്നു ഞാൻ. നാനാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ ചെട്ടിയാർ, വൈദ്യനാഥ ചെട്ടിയാർ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക ബാലു. ബാലു,
നീ ഇങ്ങനെ തകർന്നിരുന്നോണ്ട് എന്താ കാര്യം? ദേ ഒക്കെ മറക്ക്. അല്ലാണ്ട് നമ്മൾ അവനോട് കൂട്ടിയാ കൂടുവോ? എന്തായാലും വണ്ടി ഇറക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് നോക്കാം. നീ ധൈര്യമായിട്ടിരിക്കു ബാലു, നമുക്ക് ദൈവമുണ്ടടാ. അച്ഛൻ പറഞ്ഞതുപോലെ ഇത് വിൽക്കാൻ ഇപ്പോഴായിരിക്കും ഭാഗ്യമുണ്ടായത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. അച്ഛൻ വരുമ്പോ സഞ്ചാരിയായിട്ട് വരാവൂ. വിഷമിക്കണ്ടടാ, ഇത്രയും സ്നേഹമുള്ള മക്കളല്ലേടാ നിനക്കുള്ളത്. പിള്ളേര് പറഞ്ഞതാ ശരി, നീ അതുപോലെ ചെയ്യടാ. ഏതായാലും ഇത് വിറ്റിട്ട് വീട്ടിലോട്ട് വാ. ബാക്കി എവിടുന്നെങ്കിലും ശരിയാക്കാമടാ. വാ. എങ്കടാ പോരീങ്ക? പോങ്ങടാ വെളിയ, ഗേറ്റുക്ക് വെളിയ പോ. ഞങ്ങൾക്ക് മുതലാളി ഒന്ന് കാണണം. പണം വണ്ടി കൊണ്ടുപോകാൻ വന്നതാ. ഓ ഓ നമസ്കാരം. നമസ്കാരം. അങ്കവേ കറക്റ്റാ இருக்கால? എടുത്തിട്ട് പോടാ. നീട് என்னடா இந்த ஆளு திருட்டு முழு முழிக்கிறது? ஆடா, எனக்கு தேவை இந்த வண்டி இல்லடா, அதுக்கு ஆளு வேற இருக்கு. നിങ്ങളുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഞാൻ. എന്റെ പേര് രമ്യ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലെ വയല എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുമാണ് ഈ കത്തെഴുതുന്നത്. മഴവില്ലിന്റെ 7 നിറങ്ങൾ ചേർത്ത് തുന്നിയ പട്ടുപാവാട അണിഞ്ഞ ഗ്രാമീണ പെൺകുട്ടിയുടെ അഴകാണ് ഈ പരിപാടിക്ക്. ഗാനം ചിലതെല്ലാം ഗ്രാമഭൂമിയിലൂടെ നാടിന്റെ വികസന പദ്ധതികൾ ഞങ്ങൾക്കായി പറഞ്ഞു തരുന്നതിന് ആദ്യമായി എന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കട്ടെ. ഈ പരിപാടി വണ്ടി കൊണ്ടുവരും. രാധികേ, അച്ഛൻ എന്താ നടന്നു വന്നേ? ഓട്ടോ എവിടെ? അത് പോയി മക്കളെ. ആ ചെട്ടിയാരൻ നമ്മളെ ചതിച്ചു. ഫൈനാൻസുകാർ വണ്ടി കൊണ്ടുപോയി. ആ, അമ്മ എവിടെ? എപ്പ തുടങ്ങിയ കരച്ചിലാന്ന് അറിയാവോ? ചോദിച്ചിട്ടാണെങ്കി ഒന്നും പറയുന്നില്ല. കരയുക എന്തിന്? രാധികേ, എന്താ രാധേ, എന്താ പറ്റിയേ? നമുക്കിനി ഇവിടെ നിൽക്കണ്ട. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. എന്താ രാധികേട്, നീ എന്തൊക്കെയാ പറയുന്ന? വെറുതെ കുട്ടികളെ വിഷമിപ്പിക്കാൻ സമാധാനമായിട്ട് കാര്യം പറ. ഞാൻ കണ്ടു ബാലുവേട്ട, ഒരിക്കലും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആ കരിഞ്ഞ കണ്ണുകൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് കണ്ടു. ഇനി ഏത് നിമിഷം അവനെത്തും. നമ്മളെ മാത്രമല്ല, നമ്മുടെ മക്കളെ. നീ വല്ലാതെ ഭയന്നിരിക്കുന്നു. ഒന്നും സംഭവിക്കില്ല. നീ സമാധാനമായിട്ട് അല്പനേരം കിടക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ.
ഈ പറയുന്നേ? ആ കാറിൽ വന്നത് ആരാ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പോണം മക്കളെ നമുക്ക് ഇവിടുന്ന്. പോകാനോ? എവിടേക്ക്? പോയാ പിന്നെ ഞങ്ങക്ക് പരീക്ഷ എഴുതണ്ടേ? അല്ലെങ്കിൽ തന്നെ എങ്ങോട്ടാ അച്ഛൻ നമ്മൾ പോവാ? ആരാ നമുക്കുള്ളത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അമ്മ അച്ഛനോട് ചോദിക്കുന്നത്. ശപിക്കപ്പെട്ട ജന്മമായ എന്റേത്. ഇനിയെങ്കിലും ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണം എനിക്ക്. പോവാ അച്ഛാ, ഇനി നമുക്കിവിടെ താമസിക്കണ്ട. മക്കൾ വിഷമിക്കണ്ട. നാളെ വൈകുന്നേരം നമ്മൾ പോവാ ഈ നാട്ടിൽ നിന്ന്. ക്ലാരാമ്മയും അപ്പച്ചനും നാട്ടിൽ പോയിരിക്കുമല്ലോ അച്ഛാ. അവര് വന്നിട്ട് പോയാ പോരാ? അമ്മച്ചിക്ക് അസുഖമായിട്ട് പോയതല്ലേ അവര്. വരാൻ ഒരുപാട് നാൾ വൈകും. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. രാവിലെ ഒരുപാട് പേരെ കാണാനുണ്ട് അച്ഛനെ. രാധികേ, 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 രാധികേ. മോളെ, എന്റെ മോളെ, മോളെ, എന്റെ മോളെ, ഈശ്വരാ. ദൈവമേ, നമ്മുടെ മോള് നാട്ടുകാര് ഒന്ന് ഓടി വരണേ. മോളെ, അച്ഛന്റെ പൊന്നു മോളെ, മോളെ, എന്റെ പൊന്നു മോളെ. എന്താ അച്ഛാ? ചേച്ചിക്ക് എന്താ പറ്റിയേ? ചേച്ചി, ചേച്ചി, എന്താ എന്ത് പറ്റി മോളെ? എനിക്കറിയില്ല. തലയ്ക്ക് വെളിവില്ലാതെ കേറി വന്ന് സ്വന്തം മോളാണെന്ന് പോലും നോക്കാം. വൃത്തികെട്ടവൻ തടസ്സം പിടിക്കാൻ ചെന്ന തള്ളയെ ദേ അപ്പുറത്ത് ചവിട്ടിക്കൊന്നിട്ടിരിക്കുക. വരണടാ. വരുന്ന വരവ് കണ്ടില്ലേ? തല്ലിക്കൊല്ലടാ പന്നിയുടെ മോനെ. ഞാനല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ മോളെ അടിക്കണ എല്ലാരും വിടരുന്നവനെ തല്ലി കൊല്ലടാവൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല.
സന്തോഷം അവനെത്തും. നമ്മളെ മാത്രമല്ല, നമ്മുടെ മക്കളെ. സാറേ, എന്റെ മക്കൾക്ക് ആരുമില്ല സാറേ. സ്റ്റേഷനിൽ വിളിച്ച് പോസ്റ്റ്മോർട്ടം ഏർപ്പാട് ചെയ്യണം. മോളെ അനു, എന്റെ മോളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മോളെ, എന്റെ മോളെ രാജിനെ. ദുഃഖങ്ങളെ നിങ്ങൾക്കെത്ര ഇഷ്ടം ഈ കണ്ണീർ കടവത്ത് കൂടൊരുക്കാൻ വേദനരാഗി മിനുക്കി നീ എന്തിനായി ഈളം കൂട്ടിലൊളിച്ചു വച്ചു നിന്റെ അരുമയ നീർമഴ പെയ്തിലെന്നുള്ളിലെ ആർദ്രമോഹങ്ങളകന്നു പോയി. ദുഃഖങ്ങളെ നിലാവേ നിന്നാളനയേൽക്കുവാൻ ഇന്നീ തോപ്പിൽ പൂക്കളില്ല. ഈറൻ നിലാവേ നിന്നാളനയേൽക്കുവാൻ ഇന്നീ തോപ്പിൽ പൂക്കളില്ല. വിടരും ദളങ്ങളെ ചുംബിച്ചുണർത്തുവാൻ അണയുന്ന കാറ്റിനിങ്ങു വേണ്ട. അറിയാതെ വാസന്തം വിരൽ തൊട്ടുണർത്തിയ നിർഗസൂനങ്ങളെ ആർക്കു വേണം? ദുഃഖങ്ങളെ നിശ്ചലം ശൂന്യ മനസ്സുമായകതാരിൽ മിഴിവാർത്തു നിൽക്കുന്ന സ്വപ്നങ്ങളെ. നിശ്ചലം ശൂന്യ മനസ്സുമായകതാരിൽ മിഴിവാർത്തു നിൽക്കുന്ന സ്വപ്നങ്ങളെ. ഇനിയുമെന്നിടനെഞ്ചിൽ പാറി നടക്കുവാൻ വർണ്ണ ചിറകുകൾ ബാക്കിയുണ്ടോ? മൊഴിയാതെ മോഹങ്ങൾ വിട ചൊല്ലുമീ കൂട്ടിൽ തപ്ത നിശ്വാസങ്ങൾ മാത്രമായോ? ദുഃഖങ്ങളെ നിങ്ങൾക്കെത്ര ഇഷ്ടം ഈ കണ്ണീർ കടവത്ത് കൂടൊരുക്കാൻ വേദനരാഗി മിനുക്കി നീ എന്തിനായി
നിറച്ചു നിന്റെ അരുമയാം നീർമഴ പെയ്തിലെന്നുള്ളിലെ ആർദ്രമോഹങ്ങളകന്നു പോയി IPC സെക്ഷൻ 302, 376, CC 2009, 2010 പ്രകാരം ഫയൽ ചെയ്തിരിക്കുന്ന കേസിൽ പ്രതിഭാഗത്ത് നിൽക്കുന്ന TP ബാലചന്ദ്രൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുവാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല. ബാഹ്യ പ്രേരണകളുടെയോ മുൻവിധിയുടെയോ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസിനെ സമീപിച്ചിരിക്കുന്നതെന്ന് കോടതി നിരീക്ഷിക്കുന്നു. പ്രസ്തുത കുറ്റകൃത്യത്തിന് കാരണക്കാരായവരെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഈ കോടതി കർശനമായ നിർദ്ദേശം നൽകുന്നു. ഒപ്പം നിരപരാധിയായ ബാലചന്ദ്രനെ നിരുപാധികം വിട്ടയക്കുവാനും മാനസിക നില തകരാറിലായ ബാലചന്ദ്രനെ തുടർ ചികിത്സയ്ക്കായി മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുവാനും ഈ കോടതി ഉത്തരവിടുന്നു. നമസ്കാരം ഡോക്ടർ. ബാലുവിന്റെ കാര്യത്തിൽ ഇനി ഉത്കണ്ഠ വേണ്ട. നൗ ഹീസ് ഓൾ റൈറ്റ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കൈവിട്ടുപോയ മനസ്സ് തിരികെ കിട്ടിയപ്പോ അതിലേക്ക് പോവാൻ മടിച്ചു നിൽക്കുന്ന ചില ഓർമ്മകളുമുണ്ട് ബാലുവിന്. ഇത് അയാളുടെ ഒരു പുനർജന്മമാണ്. ബാലുവിനെ പോലെ അനേകം പേരുണ്ട് ഇവിടെ. എല്ലാവരെയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ സമൂഹമാണ്. നഷ്ടങ്ങളുടെ കണക്കാണ്. അത് മറ്റുള്ളവർ മനസ്സിലാക്കണം. രോഗം ഒരു കുറ്റമല്ല, മാനസിക രോഗം ഒരു അസുഖമല്ല, അതൊരവസ്ഥയാണ്. എപ്പോ വേണമെങ്കിലും വീണു പോകാം ഞാനും നിങ്ങളും ഒക്കെ അവസ്ഥയിലേക്ക്. അയാളുടെ മനസ്സിലിപ്പോ മറ്റുള്ളവർ തന്നെ എങ്ങനെ കാണും എന്നുള്ള ചിന്തകളാണ്. അത് മാറണം. മാറിയാ തിരിച്ചു കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബാലുവിനെ. ഒരു മരുന്ന് കുറിച്ചിട്ടുണ്ട്. കൃത്യമായ മരുന്നും ശ്രദ്ധയുമാണ് ഇനി അയാൾക്ക് ആവശ്യം. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. അയ്യോ, നന്ദി എന്നോടല്ല പറയേണ്ട, ദൈവത്തിനോടാണ്. ഞാൻ എന്റെ കടമകൾ ചെയ്തേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കൂ കേട്ടോ. ഓക്കെ, ശരി. ബാലു, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ബാലുവിന്. ഇത്രയും നാൾ ബാലു കണ്ടതൊരു ദുസ്വപ്നമായിരുന്നു. അത് കഴിഞ്ഞു. അച്ഛനെ നന്നായിട്ട് നോയിക്കോണേ. ഒന്നും കൊലവിളിച്ചും വെട്ടിപ്പിടിച്ചതൊക്കെ ഇട്ടെറിഞ്ഞ് കൊടുക്കാൻ ചെട്ടിയാര് പോയി. ഉള്ളതെല്ലാം വിറ്റുപിറക്കി ആശുപത്രി തോറുമുള്ള എന്റെ യാത്രക്കിടയിൽ നിന്റെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലടാ. മരിക്കുന്നതിന് മുമ്പ് പലപ്പോഴും എന്റെ ക്ലാര പറയാറുണ്ടായിരുന്നു, കുട്ടികളെ ഒന്ന് കാണണമെന്ന്. നിന്നെ ഒന്ന് സഹായിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നുടാ ഞാൻ. ശാപം കിട്ടിയ മണ്ണായത്. നീ പൊയ്ക്കോ. നിന്റെ കുട്ടികളെയും കൊണ്ട് സമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും.
എന്റെ മോളെ രക്ഷിക്കും. മോളെ ആ ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു ധനപാല. എന്താ ധനപാല ഇത്? ഇവളാ കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഇവള് തന്നെ. പുതിയ പിള്ളേരൊന്നും എനിക്ക് കിട്ടിയില്ലേ? അത് പിന്നെ മുതലാളിയുടെ വരവ് ഇത്ര പെട്ടെന്നാകുമെന്ന് ഞാൻ വിചാരിച്ചോ? ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന പെണ്ണാണ് ഇവള്. മുതലാളിയെ പോലെ അത്ര അടുപ്പമുള്ളവർക്ക് മാത്രമേ. മനസ്സിലായി മനസ്സിലായി. നമ്മുടെ ആ മറ്റേ കേസുണ്ടല്ലോ, കിട്ടിയാൽ ആദ്യം എനിക്ക് തരണം. പണം ഒരു പ്രശ്നമല്ലടോ, താനൊന്ന് അറിയിച്ചാ മതി. അടുത്ത ഫ്ലൈറ്റിന് ഞാനിങ്ങെത്തത്തില്ലേ? അത് പിന്നെ പറയണം, പക്ഷെ പറയാൻ കൂട്ടാക്കുന്നില്ല ഇവള്. ഇവളോട് കാര്യമായിട്ട് ചോദിച്ചാൽ ഇവള് പറയും. മോള് പറ, എവിടെയാ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നായിന്റെ മോളെ നിക്കടി നിക്കടി ഇവിടെ. കേട്ടടാ വണ്ടിയില്. എന്നെ പറ്റിച്ച് ഇവളെയും കൊണ്ട് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ നായിന്റെ മോളെ. പിടിച്ച് കേട്ടടാ അവളെ. പാടി ഇവിടെ. നിന്നോടല്ലേ ഇന്ന് നിന്നോടല്ലേ പറഞ്ഞ എണീക്കാൻ പറഞ്ഞു. ഓർമ്മ വെച്ച കാലം മുതലേ നനഞ്ഞ കണ്ണുകളുമായി ജീവിച്ചവരാ ഞാൻ. ആ നനവ് ഇന്നും പറ്റിയിട്ടില്ല. എന്റെ ജീവിതം, എന്റെ കുടുംബം എല്ലാം നീയും നിന്നെ പോലുള്ളവരും കൂടി നശിപ്പിച്ചില്ലേ, തകർത്തില്ലേ എല്ലാം. ഒടുവിൽ മനസ്സിന്റെ താളം തെറ്റി ഒരു സഞ്ചാരിയെ പോലെ എന്നെ അറിയിച്ചില്ലടോ പട്ടികളെ. പൊന്നുമോളെ, എന്നെ പോലെ ലോകത്തൊരച്ഛനും ഈ ഗതി ഈശ്വരന്മാര് പോലും കൈവിട്ട എനിക്ക്
ഈ നശിച്ച ലോകത്തെ ജീവിതം ഇനി വേണ്ട. ഞാൻ പോവാ. ഞാൻ എന്റെ മക്കളെയും കൂട്ടി പോവാ. എന്നും നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള ഈ നശിച്ച ലോകത്ത് നിന്ന് എന്റെ മക്കളെ കൂട്ടി ഞാൻ പോവാ. പോകാം മക്കളെ നമുക്ക്. ബാലുവിന്റെ സഞ്ചാരം ഇവിടെ അവസാനിക്കുന്നില്ല. സ്നേഹത്തിൻ നൂലിടപാകി അവനൊരിക്കൽ കൂട്ടിൽ ചേക്കാറാൻ ദുഃഖങ്ങൾക്കെന്നും ഇഷ്ടമായിരുന്നു. ഇനി നിസ്സഹായതയുടെ കൈപിടിച്ചിറങ്ങുന്ന ഈ സഞ്ചാരിയെ കാത്ത് മറ്റൊരു ലോകം. ഇണക്കങ്ങളും പിണക്കങ്ങളുമില്ലാത്ത, ദുഃഖവും ദുരിതവുമില്ലാത്ത വേറൊരു ലോകം. ദുഃഖങ്ങളെ നിങ്ങൾക്കെത്ര ഇഷ്ടം ഈ കണ്ണീർ കടവത്ത് കൂടൊരുക്കാൻ. വേദനരാഗി മിനുക്കി നീ എന്തിനായി ഈളം കൂട്ടിലൊളിച്ചു വച്ചു നിന്റെ അരുമയാം നീർമഴ പെയ്തിലെന്നുള്ളിലെ ആർദ്രമോഹങ്ങളകന്നു പോയി. ദുഃഖങ്ങളെ നിലാവേ നിന്നാളനയേൽക്കുവാൻ